നമുക്ക് വീണ്ടും നമ്മുടെ ഒരു ക്ലാസ്സിലേക്ക് വീണ്ടും തുടങ്ങുകയാണ്. നമുക്ക് ആദ്യമേ തന്നെ നമ്മുടെ മാസ്റ്റേഴ്സിനെ സ്മരിച്ചുകൊണ്ട് ഹോമിയോപ്പതിയുടെ ഉപജ്ഞാതാവായ ഡോക്ടർ ക്രിസ്റ്റ്യൻ ഫ്രെഡറിക് സാമുവൽ ഹനിമാൻ, ഈ മഹത്തായ സയൻസ് നമുക്ക് തന്നെ GSK-GNM എന്ന സയൻസ് തന്ന ഡോക്ടർ റൈക്കേഡ് ഗിയഡ് ഹാമർ എന്നീ ലെജൻഡുകളെ സ്മരിച്ചുകൊണ്ട് നമുക്ക് തുടങ്ങാം. അപ്പോൾ നമ്മുടെ ക്ലാസ്സുകൾ കുഴപ്പമില്ലാതെ പോവുകയാണ്, നന്നായിട്ട് തന്നെ പോകുന്നു. വീഡിയോസുകളൊക്കെ റെക്കോർഡ് ചെയ്യപ്പെടുന്നുണ്ട്. വീഡിയോസ് എല്ലാം നമുക്ക് ഫ്രീ ആയിട്ട് തന്നെ യൂട്യൂബിലുണ്ട്. എല്ലാവരും അതൊക്കെ കയറി കാണണമെന്നാണ് താല്പര്യപ്പെടുന്നത്. ഇന്ന് നമ്മൾ എടുക്കുന്ന വിഷയം ടെറിട്ടോറിയൽ കൺഫ്ലിക്റ്റ് എന്നുള്ളതാണ്. അപ്പൊ കഴിഞ്ഞ 2-3-4 പ്രാവശ്യം ആയിക്കൊണ്ട് നമ്മൾ സംസാരിച്ച വിഷയം, അതായത് തലച്ചോറിന്റെ പ്രധാനപ്പെട്ട അവയവങ്ങൾ, ഓൾഡ് ബ്രെയിൻ കൺട്രോൾഡ്, ന്യൂ ബ്രെയിൻ കൺട്രോൾഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾഡ് ബ്രെയിനിൽ തന്നെ നമുക്ക് പോൺസ് അഥവാ ബ്രെയിൻ സ്റ്റം കൺട്രോൾഡ് ഓർഗൻസ് എന്നും അതിൻ്റെ കൺഫ്ലിക്റ്റുകളിനെ പറ്റി നമ്മൾ സംസാരിച്ചു. അതിനുശേഷം സെറിബെല്ലം കൺട്രോൾഡ് ഓർഗൻസ് അതിൻ്റെ കൺഫ്ലിക്റ്റിനെ പറ്റി സംസാരിച്ചു. അതിനുശേഷം ഇപ്പോൾ നമ്മൾ സെറിബ്രൽ മെഡുല കൺട്രോൾഡ് ഓർഗൻസും അതിൻ്റെ കൺഫ്ലിക്റ്റിനെ പറ്റി സംസാരിച്ചു. കഴിഞ്ഞ പ്രാവശ്യം സെറിബ്രൽ കോർട്ടക്സിന്റെ കൺട്രോൾഡ് ഓർഗൻസിനെ പറ്റി കുറച്ച് അതിലേരിയൊക്കെ പറഞ്ഞു. കാരണം ഈ സെറിബ്രൽ കോർട്ടക്സ് എന്ന് പറയുന്നത് കഴിഞ്ഞ ദിവസം നമ്മൾ സംസാരിച്ച പോലെ തന്നെ ശരീരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. പ്രത്യേകിച്ചും എവല്യൂഷൻസിൽ ഏറ്റവും മുകളിൽ നിൽക്കുന്ന മനുഷ്യരിൽ കോർട്ടക്സ് ആണ് ഏറ്റവും വലിപ്പമുള്ളത്. നമുക്ക് അത് കഴിഞ്ഞ ദിവസം സംസാരിച്ചിരുന്നു. ആ കോർട്ടക്സിനെ പറ്റിയുള്ള കുറച്ചു കൂടുതൽ കാര്യങ്ങൾ കൂടിയാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ അതിനു മുമ്പായിട്ട് ഈ ക്ലാസ്സുകളിലെ ഏകദേശം എല്ലാവരും തന്നെ മിക്കവാറും ദിവസങ്ങളിൽ കാണുകയും അല്ലെങ്കിൽ കേൾക്കുകയും ചെയ്യുന്നവരാണ്. എങ്കിലും ഒരിക്കൽ കൂടി നമ്മൾ 5 ബയോളജിക്കൽ ലോസിനെ പറ്റി പറഞ്ഞു. ഫസ്റ്റ് ലോ, ദ കൺഫ്ലിക്റ്റ് അല്ലെങ്കിൽ സംഘർഷം എന്നതിനെ പറ്റിയും, രണ്ടാമത്തെ 2 ഫേസ് ഓഫ് ഡിസീസ്, രോഗത്തിന്റെ 2 ഘട്ടങ്ങൾ, ഒരു കൺഫ്ലിക്റ്റ് ആക്റ്റീവ് ഫേസും ഹീലിംഗ് ഫേസ് ഓർ പോസ്റ്റ് കൺഫ്ലിക്റ്റോലൈസിസ് എന്ന ഒരു ഫേസും, അങ്ങനെ 2 ഫേസുകൾ എല്ലാത്തിനും ഉണ്ട് എന്നുള്ള രണ്ടാമത്തെ നിയമം. മൂന്നാമത്തെ ഓണ്ടോജനിക് സിസ്റ്റം ഓഫ് ജേം ലെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിലുള്ള എല്ലാ അവയവങ്ങളും ഒരു പ്രത്യേകമായ ജെർമിനൽ ലെയറിൽ നിന്നും, എക്ടോഡേം, എൻഡോഡേം ആൻഡ് മീസോഡേം എന്ന ജെർമിനൽ ലെയറിൽ നിന്നാണ് എന്ന കാര്യം സമൂഹത്തോട് പറഞ്ഞ ആ ഒരു നിയമമാണ് മൂന്നാമത്തെ നിയമം. നാലാമത്തെ നിയമം ഓണ്ടോജനിക് സിസ്റ്റം ഓഫ് മൈക്രോബ്സ്. ഓരോ ഭാഗത്തിനും, അതായത് ഏത് ജെർമിനൽ ലെയറിലാണെന്നാണ് രോഗങ്ങൾ ഉണ്ടാകുന്നത്, ആ ജെർമിനൽ ലെയറിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു മൈക്രോബ്സ് കൂടി ഉണ്ട് എന്നുള്ള 4-ാമത്തെ നിയമങ്ങളും, 5-ാമത്തെ നിയമമായ ക്വിൻഡിസെൻസ്, ഇത് പരമപ്രധാനമായ ദ ബയോളജിക്കൽ ഫങ്ഷൻസ് ഓഫ് ഓൾ പ്രോഗ്രാംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തിന് നമ്മൾ സാധാരണ കാണുന്ന എല്ലാ കാര്യങ്ങളുമാണ് നമ്മൾ രോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തിനെന്നുള്ളതല്ല, വാട്ട്, ഹൗ, വെൻ എന്നാണ് ഇത്രയും കാലം നമ്മൾ പഠിച്ചിരുന്നത്. അതിന് പകരം എന്തിന് എന്നുള്ള ഒരു കാഴ്ചപ്പാടാണ്. അതാണ് ഏറ്റവും പ്രധാനമായിട്ട് ദ പർപ്പസ് ഓഫ് പ്രോഗ്രാംസ്. അപ്പോൾ GSK-യിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്, രോഗങ്ങളല്ല മറിച്ച് ബെനിഫിഷ്യർ പ്രോഗ്രാം, SBS. അപ്പം കഴിഞ്ഞ നമ്മളുടെ ഈ ഗ്രൂപ്പിൽ കുറെ ദിവസങ്ങളായിട്ട് നമ്മളുടെ റൈറ്റിങ്സ് ഉണ്ടായിരുന്നു. ആ റൈറ്റിങ്സിലൊക്കെ നമ്മൾ ഇതിനെപ്പറ്റിയൊക്കെ എഴുതിയിട്ടുണ്ട്. ആ എഴുത്തുകൾ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ learninggnm.com-ലും അതുപോലെ തന്നെ globalgsk.com-ലും മാന്യ അംഗങ്ങൾ കയറി ഈ കാര്യങ്ങളൊക്കെ ഒന്ന് പഠിക്കണമെന്ന് ഞാൻ ഒരിക്കൽ കൂടി നിർദ്ദേശിക്കുകയാണ്. വർഗീസ് ഡോക്ടർ പറഞ്ഞ പോലെ. ഇന്നത്തെ വിഷയം എന്ന് പറയുന്നത് ടെറിട്ടോറിയൽ കൺഫ്ലിക്റ്റ് എന്നത് മാത്രമാണ്. ടെറിട്ടോറിയൽ കൺഫ്ലിക്റ്റിനെ പറ്റി കുറച്ച് കാര്യങ്ങൾ പറയുന്നതിന് മുമ്പായിട്ട്, എന്താണ് ടെറിട്ടോറിയൽ കൺഫ്ലിക്റ്റിന്റെ ഏരിയ ഏതാണ്? എക്ടോഡേം ആണ് ടെറിട്ടോറിയൽ കൺഫ്ലിക്റ്റ് ഉൽപ്പാദിപ്പിക്കുന്നത്, അല്ലെങ്കിൽ ടെറിട്ടോറിയൽ കൺഫ്ലിക്റ്റിന്റെ ഒരു സ്ഥലം എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിലെ എക്ടോഡേം ആണ്. ഈ എക്ടോഡേം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് മനസ്സിലാക്കിയിരുന്നതിൽ നിന്നാണ് എൻ്റെ ധാരണ, എല്ലാവരിലും
നമുക്ക് 3 ജേം ലെയറുകളിൽ നിന്നാണ് സാധാരണഗതിയിൽ ശരീരത്തിന്റെ നിർമ്മാണം അല്ലെങ്കിൽ ഓർഗൻ മുഴുവൻ ശരീരത്തിന്റെയും നിർമ്മാണം 3 ജേം ലെയറിൽ നിന്നാണ്. ഇന്നർ ജേം ലെയർ അഥവാ എൻഡോഡെയിം, ഔട്ടർ ജേം ലെയർ അഥവാ എക്ടോഡെയിം, ഒരു മിഡിൽ ജേം ലെയർ അഥവാ മീസോഡെയിം. മീസോഡെയിമിന് 2 ഭാഗമുണ്ട്, ഓൾഡ് മീസോഡെയിം, ന്യൂ മീസോഡെയിം. ഓൾഡ് മീസോഡെയിമും ഓൾഡ് ബ്രെയിൻ ആണ് ഓൾഡ് മീസോഡെയിനെ കൺട്രോൾ ചെയ്യുന്നത്, എൻഡോഡെയിം പോലെ തന്നെ. അപ്പൊ ഇതൊക്കെ കുറച്ചു കാലം കേട്ട് കഴിയുമ്പോൾ നമുക്ക് ഇതൊക്കെ നമ്മുടെ ഉള്ളിലേക്ക് തന്നെ വരും. ഇപ്പോൾ കേൾക്കുന്ന സമയത്ത് ഇതെന്തൊരു നമുക്ക് കുറച്ച് കൺഫ്യൂഷൻസ് ഒക്കെ ഉണ്ടാക്കുന്നതാണ്. അത് തീർച്ചയായിട്ടും എനിക്കിതറിയാം. അപ്പോൾ നമ്മൾ ഇപ്പോൾ വീണ്ടും സംസാരിക്കുന്നത് എക്ടോഡെയിമിൽ കൺട്രോൾഡ് ഓർഗൻസ് ആയ അതിനെപ്പറ്റി കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പ്രധാനമായിട്ട് 2 പ്രധാനമായിട്ട് കൺഫ്ലിക്റ്റ് ആണുള്ളത്. ഒന്ന് ടെറിട്ടോറിയൽ കൺഫ്ലിക്റ്റും 2 സെപ്പറേറ്റും കൺഫ്ലിക്റ്റും ആണ് എക്ടോഡെയിം കൺഫ്ലിക്റ്റ് ഔട്ടർ ജേം ലെയറിൽ ഉണ്ടാകുന്നത്. അതിനോടൊപ്പം ഈ ടെറിട്ടറിയുടെ ഭാഗമായിട്ട് വരുന്ന ഒരു സെക്ഷൽ കൺഫ്ലിക്റ്റ് കൂടിയുണ്ട്. കാരണം ഒരു സെപ്പറേഷൻ സെക്ഷൽ പാർട്ട് കൂടി ഉണ്ടാകുന്ന ഒരു ഇതും കൂടെ ഈ എക്ടോഡെയിമിനുണ്ട്. അപ്പോൾ ഇവിടെ ഏറ്റവും പുതിയ ബ്രെയിൻ ഭാഗമാണ് കോർട്ടക്സ് എന്ന് പറയുന്നത്. ഏറ്റവും പുതിയ ബ്രെയിൻ ഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ജീവജാലങ്ങളിലും ലോവർ ഫോംസ് ഓഫ് ആനിമൽസിലുള്ള അതിനപ്പുറം ലോവർ ഫോംസ് ഓഫ് ആനിമൽസിൽ ബ്രെയിൻ സ്റ്റം, സെറിബെല്ലം, മെഡുല. എക്ടോഡെയിം അത്ര അല്ലെങ്കിൽ കോർട്ടക്സ് അത്രമാത്രം കോർട്ടക്സ് അത്രമാത്രം ഡെവലപ്ഡ് ആയിട്ടില്ല. പക്ഷെ ഏറ്റവും കൂടുതൽ ഡെവലപ്പ് ചെയ്തിരിക്കുന്ന എക്ടോഡെയിം എന്ന് പറയുന്നത് മനുഷ്യനിലാണ്. ആ മനുഷ്യനിലെ ഇതിന്റെ ഡെവലപ്മെന്റ്സിനെ പറ്റിയാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ഇത് യഥാർത്ഥത്തിൽ ഇത് എന്തിനു വേണ്ടിയിട്ടാണ് ഇത്രമാത്രം കോർട്ടിക്കൽ ഡെവലപ്മെന്റ്സ് ഉണ്ടായത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സാമൂഹ്യപരമായ എല്ലാ മാറ്റങ്ങളുടെയും സാമൂഹ്യപരമായ എല്ലാ മുന്നേറ്റങ്ങളുടെയും, അതായത് മനുഷ്യന്റെ ഒരു പായ്ക്ക് എന്ന നിലയിൽ, പായ്ക്ക് മീൻസ് ഒരു കൂട്ടം. ഇപ്പൊ മാമൽസിലാണ് നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ, ഈ ലോവർ ഫോംസ് ഓഫ് ആനിമൽസിൽ അല്ലെങ്കിൽ ജീവജാലങ്ങളിൽ ഉയർന്ന രീതിയിലേക്ക് വരുമ്പോൾ സസ്തനികൾ അഥവാ മാമൽസിലാണ് കൂട്ടമായിട്ട് ജീവിക്കുന്നതിനും കൂട്ടമായിട്ട് സോഷ്യൽ കമ്മ്യൂണിക്കേഷൻസും ഈ പറഞ്ഞ കാര്യങ്ങൾക്കെല്ലാം ഉള്ള ഒരു ഭാഗമാണ് കോർട്ടക്സ്. അപ്പോൾ ഈ കോർട്ടക്സിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളെ പറ്റിയും അതിനെപ്പറ്റിയും വളരെ കൃത്യമായും വളരെ ഏത് രീതിയിലാണ് പെരുമാറേണ്ടത്, ഏത് രീതിയിലാണ് ഇത് മുന്നോട്ട് പോകേണ്ടത്, ഏത് രീതിയിലാണ് ഒരു ജീവൻ നിലനിൽക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളെ പറ്റിയെല്ലാം വളരെ പ്രോഗ്രാംഡ് ആയിട്ടുള്ളതാണ് സെറിബ്രൽ കോർട്ടക്സ്. നിങ്ങൾക്ക് പലപ്പോഴും അറിയാമല്ലോ, പല ആൾക്കാരും കണ്ടിട്ടുണ്ട്, പ്രത്യേകിച്ചും വളരെയധികം പ്രായമായ വ്യക്തികളിൽ, പ്രത്യേകിച്ച് ഒരു 70 വയസ്സിലൊക്കെ കഴിഞ്ഞതിന് ശേഷം, ചിലപ്പോൾ ചിലരിലൊക്കെ അത് 60 വയസ്സിന് ശേഷമായിരിക്കാം, അങ്ങനെയുള്ള ആൾക്കാരിൽ ഈ ഓർമ്മകൾ നശിക്കുമ്പോഴൊക്കെ പലപ്പോഴും ഒരു CT സ്കാനിൽ നിങ്ങൾ റിപ്പോർട്ട് കണ്ടിട്ടുണ്ടാകാം. ആ റിപ്പോർട്ടിലെല്ലാം കാണുന്ന വിധമാണ് കോർട്ടിക്കൽ അട്രോഫി എന്ന ഒരു റിപ്പോർട്ട് കേട്ടിട്ടുണ്ടാവും, കോർട്ടിക്കൽ അട്രോഫി. പക്ഷെ കോർട്ടിക്കൽ അട്രോഫി എന്ന് പറയുമ്പോൾ അവർ പറയുമോ ശരീരം എല്ലാം ബ്രെയിൻ എല്ലാം മോശമായി പോയി. പക്ഷെ യഥാർത്ഥത്തിൽ അത് ഒന്നും മോശമായി പോയിട്ടില്ല. കോർട്ടിക്കൽ അട്രോഫി കൊണ്ടുണ്ടാകുന്നത് ഈ സാമൂഹ്യപരമായ മാറ്റങ്ങൾ, അല്ലെങ്കിൽ അവർക്ക് പൊതുവെ സമൂഹവുമായിട്ട് അല്ലെങ്കിൽ പുറത്തോട്ടുള്ള ഇടപെടലുകളിലൊക്കെയാണ് അവർക്ക് കുഴപ്പങ്ങൾ ഉണ്ടാകുന്നത്. എന്നും കൊണ്ട് കോർട്ടിക്കൽ അട്രോഫി ഉണ്ടായിട്ടുള്ള പ്രായമായ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവർ ചിലപ്പോൾ അവരെ പോലും അറിയത്തില്ലാതെ അവരവിടെ ജീവിക്കുക ചെയ്യുന്നത്. നമുക്ക് പല പ്രായമായ വ്യക്തികളെ അറിയാം, 90 വയസ്സൊക്കെ ആകുമ്പോൾ അല്ലെങ്കിൽ 80 വയസ്സാകുമ്പോൾ ചിലപ്പോൾ കിടപ്പിലായിട്ടുള്ള രോഗികൾ ഉണ്ടാകാം. പക്ഷെ അവർക്ക് അവരുടെ സുഹൃത്തുക്കളെയോ ഈവൻ മക്കളെയോ മാതാപിതാക്കളെയോ ആരെയും അറിയത്തില്ല. അവർ ഇങ്ങനെ ജീവിക്കുന്നു. ആരുടെയും അടുത്ത് ചെന്ന് കഴിഞ്ഞാൽ ചിരിക്കുന്നു. തൊട്ടടുത്ത ആൾക്കാരെ മാത്രമായിട്ട് നടക്കുന്നു. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നഷ്ടപ്പെട്ടു പോകുന്നത് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കമ്മ്യൂണിക്കേഷൻസ്, സാമൂഹ്യപരമായ മാറ്റങ്ങൾ അല്ലെങ്കിൽ സാമൂഹ്യപരമായ ചുറ്റുപാടുകളെ ആ രീതിയിലുള്ള തകരാറുകളാണ് ഉണ്ടാകുന്നത്. ഇതിനെ സൂചിപ്പിക്കുന്ന എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കേണ്ടത് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കോർട്ടക്സ് എന്ന ഭാഗം വളരെയധികം പ്രധാനപ്പെട്ടതാണ്. ഈ കോർട്ടക്സിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളെ പറ്റി നമ്മൾ കൂടുതൽ അറിഞ്ഞിരിക്കണം. ആ അറിവാണ് നമുക്ക് തീർച്ചയായിട്ടും ഉണ്ടാകേണ്ടത്. അപ്പൊ ആ അറിവിലേക്ക് പറയുമ്പോൾ അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കോൺഫ്ലിക്റ്റ് ആണ് നമ്മൾ പറയുന്ന സെപ്പറേഷൻസ്. രണ്ടാമത്തേതാണ് ടെറിട്ടോറിയൽ. ടെറിട്ടോറിയൽ എന്ന വാക്കിന്റെ മലയാള മീനിങ് ആണ് നമ്മൾ
അധീന മേഖല. അധീന മേഖല ആർക്കൊക്കെയാണ് ഉള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അധീന മേഖല ആർക്കൊക്കെയാണ് ഉള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മാമൽസിന് എല്ലാം, കൂട്ടമായിട്ട് ജീവിക്കുന്ന എല്ലാ ജീവജാലങ്ങളിലേക്കും അധീന മേഖല ഉണ്ടാകുന്നു. ഇപ്പൊ നമ്മള് ഒരു ഒരു മാമൽസിലെ, ഉയർന്ന മാമൽസില് ആടിന്റെ പറ്റമുണ്ടാകാം, ഊൾഫിന്റെ പറ്റമുണ്ടാകാം, അതിൽ തന്നെ ഇപ്പൊ ആനയുടെ പറ്റം, ഇവർക്കെല്ലാം കൂട്ടമാണ്. ഈ കൂട്ടത്തിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള കമ്മ്യൂണിക്കേഷൻസ് എല്ലാം കോർട്ടെക്സ് ആണ് കൺട്രോൾ ചെയ്യുന്നത്. ഈ കോർട്ടെക്സിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, അതുകൊണ്ടാണ് നമ്മൾ കോർട്ടിക്കൽ കൺട്രോളിനെ പറ്റി കൂടുതൽ ഇന്ന് പറയാൻ ശ്രമിക്കുന്നത്. അപ്പം അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഔട്ടർ കവറിങ് അഥവാ സ്കിൻ. സ്കിന്നിലുള്ള ഒറ്റ പ്രശ്നമേ ഉള്ളൂ, സെപ്പറേഷൻ കൺഫ്ലിക്റ്റ്. അവിടെ ഒരു അൾസറേഷൻ ഉണ്ടാകുന്നു. പക്ഷേ സ്കിൻ ഇൻവജനേറ്റ് ചെയ്ത് ഉള്ളിലേക്ക് കയറിയിട്ടുണ്ട്. ഉദാഹരണത്തിന് മൂക്കിൽ കൂടി, വായിൽ കൂടി, കണ്ണിൽ കൂടി, ചെവിയിൽ കൂടി, റെക്റ്റം, യൂറിത്ര, വജൈനൽ ഓപ്പണിങ്സ്, ഇത്രയും ഭാഗത്തിൽ കൂടി യഥാർത്ഥത്തിൽ പുറത്തുള്ള ഔട്ടർ കവറിങ് ആയ എക്ടോഡെയും ശരീരത്തിനുള്ളിലേക്ക് കുറച്ച് ഭാഗത്തേക്ക് പോയി. അത് ശരീരത്തിനുള്ളിലേക്ക് പോയപ്പോൾ അത് നമുക്ക് തിരിച്ചറിയാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട്. അത് പ്രത്യേക ഭാഗത്ത് മാത്രമാണ് നിലനിൽക്കുന്നത്. അത് ശരീരത്തിന്റെ ഇടതുവശത്തും വലതുവശത്തും സെപ്പറേറ്റ് ആയിട്ടാണ് ഉണ്ടായിരിക്കുന്നത്. റൈറ്റ് സൈഡ് കൺട്രോൾ ഓർഗൻസ്, ലെഫ്റ്റ് സൈഡ് കൺട്രോൾ ഓർഗൻസ്. അപ്പോൾ സെറിബ്രൽ കോർട്ടെക്സ് ബൈലാറ്ററൽ ആണുള്ളത്. ബൈലാറ്ററൽ ആയിട്ടുള്ള സെറിബ്രൽ കോർട്ടെക്സ് കൺട്രോൾ ഓർഗൻസിൽ സ്കിന്നിലും മറ്റു ഭാഗങ്ങളിലും, സ്കിന്ന്, കണ്ണ്, ചെവി, ഇങ്ങനെയുള്ള ഭാഗങ്ങളിലെല്ലാം ബൈലാറ്ററൽ കൺട്രോൾ ഉണ്ട്. അതേസമയം റെക്റ്റം സർഫസ് മ്യൂക്കോസ, ബ്രോങ്കിയൽ സർഫസ് മ്യൂക്കോസ, ലരീഞ്ചൽ സർഫസ് മ്യൂക്കോസ, നേസൽ സർഫസ് മ്യൂക്കോസ, പാരാനേസൽ സൈനസസ്, കണ്ണിലെ കോർണിയ, അങ്ങനെയൊക്കെയുള്ള ഭാഗങ്ങൾ. അതുപോലെ തന്നെ ഉള്ളിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് തൈറോയിഡ് ഡക്റ്റ്, തൈറോയിഡ് ഡക്റ്റ് അല്ലെങ്കിൽ ബ്രേക്കിയൽ ഡക്റ്റ് എന്ന രണ്ട് ഭാഗമുണ്ട്. ഈ തൈറോയിഡ് ഡക്റ്റ് എന്ന് പറയുന്ന ഒരു ഭാഗം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കഴിഞ്ഞ ദിവസം ഞാൻ സംസാരിച്ചതാണ്. തൈറോയിഡ് ഡക്റ്റിൽ ഇൻട്രായൂട്രൈൻ ലൈഫിൽ തൈറോയിഡ് ഗ്ലാൻഡ് ഒരു എക്സോക്രൈൻ ഗ്ലാൻഡ് ആയിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ഡക്റ്റ് ഉണ്ടായിരുന്നു. അതിനുശേഷം ബർത്തിന് ശേഷം അതൊരു എൻഡോക്രൈൻ ഗ്ലാൻഡ് ആയിട്ട് മാറുകയാണ് ചെയ്തത്. അപ്പോൾ എക്സോക്രൈൻ ഗ്ലാൻഡ് ആയിരുന്ന തൈറോയിഡിൽ അതിൻ്റെ ലൈനിങ് കൺട്രോൾ ചെയ്തിരിക്കുന്നത് എക്ടോഡെയിം ടിഷ്യൂസ് ആണ്. അതവിടെ നിലനിൽക്കുകയാണ്. ആ നിലനിൽപ്പ് മൂലമാണ് ചില പ്രശ്നങ്ങൾ പലപ്പോഴും ഉണ്ടാകുന്നത്. ആ പ്രശ്നങ്ങൾ ആണ് ഫ്രോണ്ടൽ ഫിയർ കൺഫ്ലിക്റ്റ്. അത് ഇവിടെ എന്താ സംഭവിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എക്ടോഡെയിം ടിഷ്യൂസ് ശരീരത്തിൽ എവിടെയൊക്കെ ഉണ്ടോ അവിടെ എല്ലാം ഒരു ടെറിട്ടോറിയൽ കൺഫ്ലിക്റ്റ് അല്ലെങ്കിൽ സെപ്പറേഷൻ കൺഫ്ലിക്റ്റ് ഉണ്ടാകുമ്പോൾ, അതിൽ ടെറിട്ടോറിയൽ കൺഫ്ലിക്റ്റ് എന്ന് പറയുന്നത് ശരീരത്തിനുള്ളിലുള്ളിടത്തെല്ലാം ടെറിട്ടോറിയൽ കൺഫ്ലിക്റ്റ് ആണ്. ശരീരത്തിന്റെ കൃത്യമായിട്ട് ഔട്ടർ ഭാഗത്ത് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും അതെല്ലാം തന്നെ സെപ്പറേഷൻ കൺഫ്ലിക്റ്റേ വരുള്ളൂ. അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ സംസാരിച്ചിരുന്നതാണ്, ഉള്ളിലേക്ക് പോയി കഴിയുമ്പോൾ, ഇപ്പോൾ ബക്കൽ മ്യൂക്കോസയിലേക്ക് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇസഫാഗസിലെ ഔട്ടർ ടൂത്തൈഡ് എന്ന് പറയുന്നത് എക്ടോഡെയിം ആണ്. പിന്നെ എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ സ്റ്റൊമക്കിന്റെ ലെസർ കർവേച്ചർ എക്ടോഡെയിം ആണ്. പിന്നെ ബൾബസ് ഡുവോഡിനത്തിലേക്ക് വന്നു ചേരുന്ന പാൻക്രിയാറ്റിക് ഡക്റ്റ്, ബൈൽ ഡക്റ്റ്, ഗോൾ ബ്ലാഡർ ഡക്റ്റ്, അതുപോലെ തന്നെ ലിവറിലേക്ക് അകത്തേക്ക് വരുന്ന ഇൻട്രാഹെപ്പാറ്റിക് ബൈലറി റാഡിക്കൽസ് അല്ലെങ്കിൽ ഇൻട്രാഹെപ്പാറ്റിക്കലായിട്ടുള്ള അതിന്റെ മുഴുവൻ ബ്രാഞ്ചസും എക്ടോഡെയിം കവർ ചെയ്തിരിക്കുന്നതാണ്. അപ്പോൾ അവിടെ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, ആ പ്രശ്നങ്ങളും നമുക്ക് എക്ടോഡെയിമിലാണ് വരുന്നത്. ഇത് ആർക്കൊക്കെ എവിടെയൊക്കെ ഉണ്ടാകുമെന്നുള്ളത് തീർച്ചയായിട്ടും നമ്മൾ ഒരു കുറച്ച് മെനക്കെട്ടെങ്കിൽ മാത്രമേ നമുക്കത് മനസ്സിലാകുകയുള്ളൂ. പക്ഷെ ഒരിക്കൽ അത് മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് നമുക്ക് ഈ കാര്യങ്ങളെല്ലാം പിടികിട്ടും. അപ്പോൾ ഇത് നമുക്ക് ശരിക്കും ഈ ഒരു GSK തന്നെയുള്ള ഒരു പ്രത്യേക പാർട്ടാണ് ഷിസോഫ്രനിക് കോൺസ്റ്റലേഷൻസ് എന്നുള്ള GNM-ലെ കരോളിൻ മാർക്കലിന്റെ learninggmm.com ഒരു പ്രത്യേക പാർട്ടാണ് ഷിസോഫ്രനിക് കോൺസ്റ്റലേഷൻസ്. ആ ഷിസോഫ്രനിക് കോൺസ്റ്റലേഷൻസിന്റെ അത് മാത്രമായിട്ട് നിങ്ങളൊന്ന് ഡൗൺലോഡ് ചെയ്തെടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ, അത് കയ്യിലിരിക്കുവാണെങ്കിൽ നമുക്ക് കുറച്ച് നാളുകൾ കൊണ്ട് ഈ കാര്യങ്ങളിൽ
വളരെയധികം അറിവ് നമുക്ക് നേടാൻ പറ്റും. ഈ ഇങ്ങനെ ഒരു പ്രിന്റ് എടുക്കുകയാണെങ്കിൽ ശരിക്കും ഇതൊരു ഒരു എന്താ പറയുക, ഒരു 108 പേജ് മാത്രമേ ഉള്ളൂ ഷിസോഫ്രനിക് കോൺസ്റ്റലേഷൻ എന്ന ഈ ഒരു ഇത്. അത് നമുക്ക് അതല്ലെങ്കിൽ ഇത് വായിച്ച് മനസ്സിലാക്കാൻ ഒരു ലേശം ബുദ്ധിമുട്ടുണ്ട്. അത് കുറച്ച് ദിവസങ്ങൾ കൊണ്ട് നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റുന്നതാണ് ഷിസോഫ്രനിക് കോൺസ്റ്റലേഷൻ. ഈ കൺഫ്ലിക്റ്റുകളെ പറ്റിയും എല്ലാം ഏറ്റവും നന്നായിട്ട് പറഞ്ഞിരിക്കുന്നത് ഷിസോഫ്രനിക് കോൺസ്റ്റലേഷൻസ് എന്ന ഈ ബുക്കിനകത്താണ്. ഏറ്റവും നല്ല ഭംഗിയായിട്ട് അതെല്ലാം തന്നെ എഴുതി വെച്ചിരിക്കുന്നത്. അപ്പൊ നമ്മൾ ടെറിട്ടോറിയൽ കൺഫ്ലിക്റ്റിനെ പറ്റി പറയുമ്പോൾ ടെറിട്ടോറിയൽ കൺഫ്ലിക്റ്റ് ഉണ്ടാകുന്നത് എവിടെ, എപ്പോൾ എന്നുള്ള ഒരു വിഷയമുണ്ട്. ടെറിട്ടോറിയൽ കൺഫ്ലിക്റ്റിന്റെ ഏറ്റവും വലിയൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജെൻഡർ ലാറ്ററാലിറ്റി ആൻഡ് ഹോർമോൺ സ്റ്റാറ്റസ്. ഈ 2 ഘടകത്തെ ആസ്പദമാക്കിയിട്ടാണ്, 3 ഘടകത്തെ. ജെൻഡർ, ലാറ്ററാലിറ്റി ആൻഡ് ഹോർമോൺ സ്റ്റാറ്റസ്. ജെൻഡർ മീൻസ് വെദർ നമുക്ക് ഈ രോഗം അല്ലെങ്കിൽ ഈ സ്പെഷ്യൽ പ്രോഗ്രാം SBS ബാധിക്കുന്നത് പുരുഷനെയാണോ സ്ത്രീയാണോ എന്നത് ആസ്പദമാക്കി. ലാറ്ററാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരിൽ റൈറ്റ് സൈഡ് ഹാൻഡഡ് ആണോ ലെഫ്റ്റ് ഹാൻഡഡ് ആണോ. അപ്പൊ നമ്മൾ ഒരു വ്യക്തിക്ക് റൈറ്റ് ഹാൻഡഡ് ആണോ ലെഫ്റ്റ് ഹാൻഡഡ് ആണോ എന്ന് തിരിച്ചറിയുന്നതിന് ക്ലാപ്പ് ടെസ്റ്റ് ഉണ്ട്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സാധാരണഗതിയിൽ നമ്മൾ കൈയടിക്കുകയാണെങ്കിൽ വലത് കൈ മുകളിലും ഇടത് കൈ താഴെയായിട്ടിരിക്കും. പക്ഷെ ഒരു ഇടത് കൈയിലാണ് ഇടത് കൈ മുകളിലും വലത് കൈ താഴെയായിട്ട്. ആ ക്ലാപ്പ് ടെസ്റ്റ് നോക്കുക. അതല്ലെങ്കിൽ പലപ്പോഴും ഈ ചില സ്ക്രൂകൾ പിരിക്കുന്നത് ലെഫ്റ്റ് ഹാൻഡേഴ്സ് തിരിച്ചായിരിക്കും മതിക്കുകയാണ്. ചില കുട്ടികളുടെ തലയിലെ ചുഴി നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് അറിയാൻ പറ്റും. അത് പലപ്പോഴും ഒരു ലെഫ്റ്റ് ഹാൻഡഡ്നെസ് തിരിച്ചറിയേണ്ട ഒരു കേസുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് എവിടെയാണ് ബാധിച്ചിരിക്കുന്നത്, ഏത് പ്രശ്നത്തിൽ ഏത് ഓർഗനിലേക്കാണ് വരുന്നത് എന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്നത്. റൈറ്റ് സൈഡിനെ നമ്മൾ വിളിക്കുന്നത് പാർട്ട്ണർ സൈഡ് ഓർ അക്വൈൻറ്റൻസ് സൈഡ് ഓർ പ്രൊഫഷണൽ സൈഡ്, നമ്മുടെ ജോലി സംഭവമായ കാര്യങ്ങളിൽ. അതേസമയം ലെഫ്റ്റ് സൈഡിൽ എന്ന് പറയുന്നത് മദർ ചൈൽഡ്, അതല്ലെങ്കിൽ കസിൻസ്, ബ്ലഡ് റിലേറ്റഡ് ചൈൽഡ്. അതുകൊണ്ടാണ് ഈ സൈഡ് തിരിച്ചറിയുന്നതിനായിട്ടാണ് നമ്മൾക്ക് ഈ ക്ലാപ്പ് ടെസ്റ്റുകളും മറ്റും ഉപയോഗിക്കുന്നത്. അപ്പം നമ്മൾ പറഞ്ഞു വന്നതാണ് ജെൻഡർ, ലാറ്ററാലിറ്റി ആൻഡ് ഹോർമോൺ സ്റ്റാറ്റസ്. ഹോർമോൺ സ്റ്റാറ്റസ് എന്നത് ശരിക്കും GSKയിലെ ഏറ്റവും വലിയ ഒരു ആശയമാണ് ഹോർമോൺ സ്റ്റാറ്റസ്. മറ്റുള്ള വ്യക്തികളിലൊന്നും തന്നെ ഈ ഹോർമോൺ സ്റ്റാറ്റസിനെ പറ്റി പറയാറില്ല. ഹോർമോൺ സ്റ്റാറ്റസ് എന്ന് പറഞ്ഞിട്ട് ഉദ്ദേശിക്കുന്നത് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ whether the person is in estrogen or in testosterone. സാധാരണഗതിയിൽ ടെസ്റ്റോസ്റ്ററോൺ ഉള്ള വ്യക്തികൾ അവർക്ക് ഈസ്ട്രോജനും പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് ശരീരത്തിൽ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്ത്രീയുടെയും പുരുഷന്റെയും ശരീരത്തിൽ 2 ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. ഈസ്ട്രോജനുമുണ്ട്, ടെസ്റ്റോസ്റ്ററോണുമുണ്ട്. പക്ഷേ പുരുഷനിൽ ടെസ്റ്റോസ്റ്ററോണിന്റെ അളവ് കൂടുതലായിരിക്കും, കമ്പാരിറ്റീവ്ലി ഈസ്ട്രോജന്റെ അളവ് കുറവായിരിക്കും. കുറവ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈസ്ട്രോജന്റെ അളവ് ഒരു നിശ്ചിത അളവിലുണ്ട്, പക്ഷേ അതിനെ ബാലൻസ് ചെയ്തുകൊണ്ട് ഉയർന്ന അളവിൽ ടെസ്റ്റോസ്റ്ററോൺ ഉണ്ടായിരിക്കുന്നു. മറിച്ച് സ്ത്രീകളിലാണെങ്കിൽ ഈസ്ട്രോജന്റെ അളവ് കൂടി നിൽക്കുന്നു, അവരിൽ തന്നെ ടെസ്റ്റോസ്റ്ററോണും ഉണ്ടാകുന്നു. പക്ഷേ ഈസ്ട്രോജന്റെ അളവ് കൂടി നിൽക്കുന്നത് കൊണ്ട് അവർ ഈസ്ട്രോജനിലി ഹോർമോണലി അവരെ മെയിൽ എന്നും വിളിക്കും, അല്ല ഫീമെയിൽ എന്നും, മെയിൽസിനെ ഹോർമോണലി മെയിൽ എന്നും വിളിക്കുന്നു. അപ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ചില പ്രത്യേക കണ്ടീഷൻസിൽ, ഉദാഹരണത്തിന് പറഞ്ഞു കഴിഞ്ഞാൽ പോസ്റ്റ് മെനപ്പോസ് കഴിഞ്ഞിട്ടുള്ള സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർ ഈസ്ട്രോജൻ സ്റ്റേജിലല്ല. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരിൽ ഈ ടെസ്റ്റോസ്റ്ററോണിന്റെ അളവ് കൂടുതലാണ്. യഥാർത്ഥത്തിൽ കൂടുതലില്ല, ഈസ്ട്രോജന്റെ അളവ് കുറഞ്ഞു പോയതുകൊണ്ട്, മെനപ്പോസ് മൂലം ഈസ്ട്രോജന്റെ അളവ് കുറഞ്ഞു പോയത് കൊണ്ട് ടെസ്റ്റോസ്റ്ററോണിന്റെ അളവ് കൂടുതലായിരുന്നു. അപ്പോൾ അവരിലെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് ഒരു മെയിൽ ഫാഷനിലായിരിക്കും. അതുപോലെ തിരിച്ച് പുരുഷന്മാരിൽ ടെസ്റ്റോസ്റ്ററോണിന്റെ അളവ് കുറഞ്ഞ് പ്രത്യേക ഏജിൽ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള രോഗങ്ങളിൽ, ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങളിൽ ഒക്കെ അകപ്പെട്ട് കഴിയുമ്പോൾ ഹോർമോൺ ലെവൽ കുറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ അവരിൽ ഈസ്ട്രോജന്റെ ലെവൽ കൂടുതലാകും. അപ്പോൾ ബയോളജിക്കലി അങ്ങനെയുള്ള പുരുഷന്മാർ, അവരെ നമ്മൾക്ക് ഹോർമോൺ സ്റ്റാറ്റസ് വൈസ് ആയിട്ട് പറയുമ്പോൾ ബയോളജിക്കലി ദേ ആർ ഫീമെയിൽസ്.
അപ്പോൾ ഈ ഈ ഈ വിഷയങ്ങളെല്ലാം ബാധിക്കുന്നത് കോർട്ടിക്കൽ കൺട്രോൾഡ് ഓർഗൻസ്. അപ്പം ഒരു ടെറിട്ടോറിയൽ കൺഫ്ലിക്റ്റ് പുരുഷനെ ബാധിക്കുന്നത് പോലെയല്ല സ്ത്രീയെ ബാധിക്കുന്നത്. സ്ത്രീയെ ബാധിക്കുന്ന ഏരിയയിലല്ല പുരുഷനെ ബാധിച്ചിരിക്കുന്നത്. അതാണ് ഈ ആശയത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കേന്ദ്രബിന്ദു എന്ന് പറയുന്നത്. അതാണ് ഹോർമോണൽ വൈസിൽ ബാധിക്കുന്ന രീതി. ഉദാഹരണം പറയുകയാണെങ്കിൽ നമുക്ക് പറയാം പൈൽസ് എന്ന ഒരു സംഭവം വരുന്ന റെക്ടൽ മ്യൂക്കോസൈലെ ബാധിക്കുന്ന ഒരു വിഷയമാണ് പൈൽസ്. പക്ഷെ റെക്ടൽ മ്യൂക്കോസൈൽ ബാധിക്കുന്ന സമയത്ത് പുരുഷനെ ബാധിക്കുന്നത് ഒരു ടെറിട്ടോറിയൽ ആങ്കർ ഓർ ടെറിട്ടോറിയൽ ത്രെട്ട് എന്ന രീതിയിലാണ്. അതേസമയം സ്ത്രീയെ ബാധിക്കുന്നത് ഐഡന്റിറ്റി കൺഫ്ലിക്റ്റ് എന്നതാണ്. ഇപ്പോൾ എനിക്ക് ഇന്നൊരു ഒരു 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 പെൺകുട്ടി, ഒരു ലേഡി എൻ്റെ അടുത്ത് ഒരു പേഷ്യൻ്റ് ആയിട്ട് എത്തി 20 വയസ്സ് പ്രായമുള്ള അവർക്ക് പൈൽസ്, ബ്ലീഡിങ് പൈൽസ് ഇന്ന് വന്ന ഒരു കേസാണ്. അപ്പൊ അവർ ആദ്യമേ തന്നെ കുറച്ച് ഹൈ ലെവലിലെ മരുന്നൊക്കെ പോയി കഴിച്ചു. കോൺസ്റ്റിപ്പേഷൻ ഉണ്ട്, ബ്ലീഡിങ് പൈൽസ് വന്നിരിക്കുന്നു. അപ്പൊ അവരുടെ പ്രശ്നം എന്താന്ന് അന്വേഷിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ അവരോട് ചോദിച്ചത് എന്താ ഇപ്പൊ ചെയ്യുന്നതെന്ന് ചോദിച്ചപ്പോൾ പഠിക്കാൻ പോകാനിരിക്കുകയാണ്. പഠിക്കാൻ പോകാൻ തുടങ്ങിയിട്ടില്ല. അപ്പൊ എവിടെയാ പഠിക്കാൻ പോകുന്നത് ചോദിച്ചപ്പോൾ നേഴ്സിംഗ് പഠിക്കാൻ പോകും. കേരളത്തിന് വെളിയിലാണ് പഠിക്കാൻ പോണത്, കർണാടകത്തിലാണ് പഠിക്കാൻ പോണത്. അപ്പം പ്ലസ് ടു കഴിഞ്ഞിട്ട് 2 കൊല്ലമായി. എന്നിട്ട് എന്താ പോകാത്തതെന്ന് ചോദിച്ചപ്പോൾ യഥാർത്ഥത്തിൽ ഈ കുട്ടിക്ക് ഇഷ്ടമില്ല പോകാൻ. അപ്പൊ ഞാൻ ചോദിച്ചു പോകാൻ ഇഷ്ടമില്ല എന്ന് ചോദിച്ചപ്പോൾ കുഴപ്പമൊന്നുമില്ല, അമ്മയും മകളും കൂടിയാണ് വന്നത്. പക്ഷെ ഇഷ്ടമില്ല എന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ആ പൈൽസ്. അപ്പൊ ഞാൻ അവരോട് പറഞ്ഞപ്പോൾ അമ്മ പറഞ്ഞു ശരിയാണ്, മറ്റു ഫാദറിന്റെ നിർബന്ധത്തിന് വഴങ്ങി അത് പോവുകയാണ്. അപ്പൊ അതിന് കുറെ കാലങ്ങളായിട്ട് പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പൊ അവരുടെ പ്രശ്നം ഇപ്പൊ പൈൽസ് ആയെങ്കിലും നേരത്തേതും അതിനിഷ്ടമില്ലാത്ത മേഖലയിലേക്ക് പോവുകയാണ്. അപ്പൊ അവിടെ ഐഡന്റിറ്റി കൺഫ്ലിക്റ്റ്, ഞാൻ എവിടുത്തെയാണ്, എനിക്കെന്താണ്, എൻ്റെ സ്പേസ് എന്താണ് എന്ന വിഷയമാണ്. പക്ഷെ അവിടെ പ്രോബ്ലം സോൾവ് ചെയ്യുമോ ഇല്ലയോ എന്ന് എനിക്ക് പറയാൻ പറ്റുന്നില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ പൈസ എല്ലാം കൊടുത്ത് വലിയ തുക പൈസ മുടക്കി, ലക്ഷങ്ങൾ മുടക്കി അന്യ സംസ്ഥാനത്തിൽ പഠിക്കാൻ പോവുകയാണ്. അപ്പൊ പോകുന്നതിന് താല്പര്യമില്ല എന്നുള്ള കാര്യമാണ് നമ്മൾ അറിയുന്നത്. അതിന്റെ പേരിൽ ശരീരത്തിൽ ഈ പ്രശ്നങ്ങൾ കാണപ്പെടുകയും ചെയ്തു. പിന്നെ നമുക്ക് പറയാൻ പറ്റുന്ന ഏക കാര്യം അങ്ങ് പോയി പഠിക്കുക, അതൊക്കെ അങ്ങ് ശരിയാകുമെന്ന് മാത്രമല്ലേ പറയാൻ പറ്റുള്ളൂ. പക്ഷെ അവരുടെ ആ പ്രോബ്ലംസ് അവിടെ തീരുന്നില്ല. അപ്പം ഈ പ്രശ്നം ഉണ്ടാകുന്നത് കോർട്ടെക്സിലാണ്. അപ്പൊ കോർട്ടെക്സിനെ സംബന്ധിച്ചിടത്തോളം ഈ ടെറിട്ടോറിയൽ വിഷയം എന്ന് പറയുന്നത് പുരുഷന്മാരിലുള്ള വേറൊരു ഏറ്റവും വലിയൊരു ടെറിട്ടറി ഇഷ്യൂസ് ആണ് ടെറിട്ടോറിയൽ ലോസ്. എന്താണ് ടെറിട്ടോറിയൽ ലോസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജോലി അല്ലെങ്കിൽ നമ്മുടെ സ്വത്ത്, ഫാമിലി. പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ടെറിട്ടറിയിൽ ഉൾപ്പെട്ടതാണ് ഭാര്യ, മക്കൾ, ഇവരെല്ലാവരും തന്നെ. അവർക്കുണ്ടാകുന്ന വിഷയങ്ങളും അവർ അതിനെ കാണപ്പെടുന്നത് ടെറിട്ടറി ഇഷ്യൂസിലാണ്. ജോലി നഷ്ടപ്പെടുന്ന ഒരു വിഷയം ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ ടെറിട്ടറിയിൽ വരുമ്പോൾ ഏറ്റവും കൂടുതൽ ഒരു റൈറ്റ് ഹാൻഡഡ് നോർമൽ ഹോർമോൺ സ്റ്റാറ്റസ് ഉള്ള ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം മിക്കവാറും ഉണ്ടാകാൻ പോകുന്ന പ്രശ്നം കൊറോണറി ആർട്ടറിയിൽ പ്രശ്നം ഉണ്ടാകുകയാണ്. അപ്പോൾ കൊറോണറി ആർട്ടറിയുടെ ഇൻറ്റിമ എന്ന് പറയുന്നത് എക്ടോഡിയമാണ്. അതാണ് വേറൊരു വലിയൊരു പ്രശ്നം. ശരീരത്തിനകത്തുള്ള എവിടെ എക്ടോഡിയം ഉണ്ടെങ്കിലും ആ എക്ടോഡിയം എല്ലാം തന്നെ ഈ കൺഫ്ലിക്റ്റ് ആക്റ്റീവ് ഫേസിൽ സെല്ല് നഷ്ടപ്പെട്ടു പോകുന്നു. കൺഫ്ലിക്റ്റ് ആക്റ്റീവ് ഫേസിലെ സെല്ല് നഷ്ടപ്പെടൽ എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ദ ബയോളജിക്കൽ മീനിങ് അത് എന്ന് പറയുമ്പോൾ കൂടുതൽ ടെറിട്ടറി നഷ്ടപ്പെട്ടു പോകുന്ന ടെറിട്ടറി തിരിച്ചു പിടിക്കുന്നതിനാവശ്യമായ, അപ്പം കൊറോണറി ആർട്ടറി ആണെങ്കിൽ കൂടുതൽ ബ്ലഡ് പമ്പ് ചെയ്ത് കൂടുതൽ ബ്ലഡ് സപ്ലൈ ചെയ്തുകൊണ്ട് ഹാർട്ട് കൂടുതൽ പ്രവർത്തിച്ച് നഷ്ടപ്പെട്ട ടെറിട്ടറികൾ തിരിച്ചു പിടിക്കുക എന്ന ലക്ഷ്യമാണുള്ളത്. പക്ഷെ ഹാമർ ഇതിനെപ്പറ്റി കുറച്ച് വാക്യങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. ഈ ടെറിട്ടറി ലോസ് എന്ന് പറയുന്നത് ശരിയായ സമയത്ത് ടെറിട്ടറി തിരിച്ചു പിടിക്കാൻ വ്യക്തിക്ക് കഴിഞ്ഞിട്ടില്ല എങ്കിൽ അത് ആ കൺഫ്ലിക്റ്റിനെ ക്യൂർ ആക്കാൻ പറ്റില്ല, എന്ന് പറഞ്ഞാൽ കൺഫ്ലിക്റ്റിനെ റിസോൾവ് ചെയ്യാനാവില്ല. ഈ അങ്ങനെ റിസോൾവ് ചെയ്തു കഴിഞ്ഞാൽ തന്നെ അത് വലിയ അപകടത്തിലേക്ക് തന്നെ ബാധിക്കും. സാധാരണഗതിയിൽ ഒരു പ്രോഗ്രാം 9 മാസത്തിലപ്പുറം നീളുന്ന ഒരു ടെറിട്ടോറിയൽ കൺഫ്ലിക്റ്റ്, പ്രത്യേകിച്ചും കൊറോണറി ആർട്ടറിയിലാണെങ്കിൽ അത് കൺഫ്ലിക്റ്റ് റിസോൾവ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ആള് 2 അല്ലെ 3 ആഴ്ചക്കുള്ളിൽ മരണപ്പെട്ടു പോകും. ആ മരണപ്പെടൽ ഉണ്ടാകുന്നത് അവിടെ ബ്ലോക്ക് ഉണ്ടാകുന്നത് കൊണ്ടാണ്. കാരണം നഷ്ടപ്പെട്ട സെല്ലുകൾ തിരിച്ചു വരുന്നു.
അപ്പോൾ ടെറിട്ടറി ലോസ്, അപ്പൊ നമ്മളിപ്പോ കോൺഫ്ലിക്റ്റിനെ പറ്റി പറയുമ്പോൾ കോൺഫ്ലിക്റ്റുകളെല്ലാം റിസോൾവ് ചെയ്യണം എന്ന കാഴ്ചപ്പാട് ടെറിട്ടോറിയൽ കേസുകളിൽ പലപ്പോഴും ഇല്ല. പലപ്പോഴും ഈ സമൂഹത്തിലുള്ള ശരിയായ സമൂഹത്തിന്റെ മുന്നേറ്റങ്ങൾ, സമൂഹത്തിൽ വലിയധികം കുഴപ്പങ്ങൾ ഉണ്ടാകാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് എപ്പോഴും ടെറിട്ടറി നഷ്ടപ്പെട്ട് ജീവിതകാലം മുഴുവൻ തന്നെ ടെറിട്ടറി നഷ്ടപ്പെട്ടു പോകുന്ന രീതിയിൽ ജീവിതം വേണ്ടതാണ് എന്നാണ് പ്രകൃതി നിശ്ചയിച്ചിരിക്കുന്നത്. അതല്ലെങ്കിൽ എന്ത് സംഭവിക്കുന്നു വെച്ചാൽ ഒരു പാക്കിൽ, ഒരു കൂട്ടത്തിൽ ഒരു നേതാവ് ഉണ്ടെങ്കിൽ മറ്റുള്ള നേതാക്കന്മാരെല്ലാം നേതാവാകുന്നതിന് വേണ്ടി മറ്റേ നേതാവിനെ കൊല്ലാൻ ശ്രമിക്കുകയാണ്, അല്ലെങ്കിൽ അവരെ ഉപദ്രവിക്കാൻ, അവരുടെ സ്ഥാനത്ത് നിന്ന് മറിച്ചിടാൻ ശ്രമിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ശിഥിലമായ ഒരു സംസ്കാരം, ശിഥിലമായ ഒരു വിഷയമായിരിക്കും ഉണ്ടാകുക. അത് നമുക്ക് നോക്കുവാണെങ്കിൽ പലപ്പോഴും നമ്മുടെ ഗോത്രവർഗ്ഗങ്ങളിലേക്ക് നോക്കുകയാണെങ്കിൽ, നമുക്ക് നൂറ്റാണ്ടുകൾക്ക് മുമ്പിലേക്ക് നോക്കുവാണെങ്കിൽ മനുഷ്യരിൽ തന്നെ ഓരോ ഗോത്രങ്ങൾ തമ്മിൽ ടെറിട്ടറിക്ക് വേണ്ടിയിട്ടുള്ള യുദ്ധങ്ങളാണ് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരു യുദ്ധത്തിൽ ഒരു വിഭാഗം ജയിച്ചു, അപ്പം പിന്നെ അവർ മറ്റുള്ളവരെ ഓടിച്ചു വിട്ടു. മറ്റുള്ളവരെ ഓടിച്ചു വിട്ടതിന് ശേഷം അവർ പിന്നെ വീണ്ടും അവരുടെ വിഭവങ്ങളെല്ലാം ശേഖരിച്ചുകൊണ്ട് ടെറിട്ടറി വീണ്ടും തിരിച്ചു പിടിക്കുന്നതിനായിട്ട് യുദ്ധമാണുള്ളത്. അപ്പോൾ ഇതിന്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്നും തകരാറുകൾ, എന്നും പ്രശ്നങ്ങളായിരിക്കും. അപ്പോൾ അങ്ങനത്തെ തകരാറുകൾ ഉണ്ടാക്കാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ സെക്കൻഡ് വേൾഡ് ഫിനോമിന എന്ന ഒരു കാര്യം ഡോക്ടർ ഹാമർ പറഞ്ഞിട്ടുണ്ട്. സെക്കൻഡ് വേൾഡ് ഫിനോമിന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നേതാവ് ഒരിടത്തുണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ ആ നേതാവ് ഒരേ സമയത്ത് ആ നേതാവ് മാത്രമായിരിക്കും, മറ്റുള്ളവരെല്ലാം ആ നേതാവിന്റെ കീഴിൽ നിലനിൽക്കുന്നു. അത് പ്രത്യേകിച്ചും ഏറ്റവും കൂടുതൽ ഇത് കാണുന്നത് ഈ ചെന്നായ്ക്കളിലും കാട്ടുനായ്ക്കളിലും ഒക്കെയാണ്. ഒരു പരിധിവരെ ആനക്കൂട്ടങ്ങളിലും ഈ ടെറിട്ടറിയുടെ വിഷയങ്ങൾ ഉണ്ടാകാറുണ്ട്. പക്ഷേ അവിടെ ഒരു ടെറിട്ടറി നഷ്ടപ്പെട്ടു പോയ ഒരു നേതാവിൻ്റെ അയാൾ അല്ലെങ്കിൽ പുറത്താകുന്നു. ഒറ്റയാൻ എന്ന കൺസെപ്റ്റ് അങ്ങനെയാണ് ഉണ്ടാകുന്നത്. അപ്പം നമുക്കിത് നമ്മുടെ നിത്യജീവിതത്തിൽ എങ്ങനെ ഇത് ബാധിക്കുമെന്ന് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ടെറിട്ടറി നഷ്ടപ്പെട്ടു പോയ ടെറിട്ടറി തിരിച്ചു പിടിക്കുന്നതിനായി നിശ്ചിത കാലത്തിനുള്ളിൽ തിരിച്ചു പിടിക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ ആ വ്യക്തിയിൽ വലിയ തോതിലുള്ള അറ്റാക്ക്, അതാണ് പലപ്പോഴും ഉണ്ടാകുന്ന അറ്റാക്ക്. രണ്ട് രീതിയിലാണ് ഡോക്ടർ ഹാമർ പറഞ്ഞിരിക്കുന്നത്. അതെല്ലാം ടെറിട്ടോറിയൽ ലോസ് കോൺഫ്ലിക്റ്റിന്റെ ഫലമായി കാണുന്നത്. ഒന്ന് ബ്രെയിനിൽ ഉണ്ടാകുന്നതും രണ്ട് ഹാർട്ടിൽ തന്നെ ഉണ്ടാകുന്നതും. ഹാർട്ടിലുള്ളതിനെ കഴിഞ്ഞും അപകടകരമായ കാര്യമാണ് ബ്രെയിനിൽ ഉണ്ടാകുന്ന അറ്റാക്ക്. ബ്രെയിനിൽ കൺട്രോൾ സെന്ററിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ പലപ്പോഴും ഇമ്മീഡിയറ്റ് ഡെത്ത് ഉണ്ടാക്കുന്നതാണ്. പ്രത്യേകിച്ചും ഇതൊരു ദീർഘകാലത്തേന് അവർക്ക് അവരുടെ ടെറിട്ടറി തിരിച്ചു പിടിക്കാൻ സാധിച്ചില്ലെങ്കിൽ അത് നഷ്ടപ്പെട്ടു പോവുക തന്നെ ചെയ്യും. അതേ വിഷയം തന്നെയാണ് പലപ്പോഴും ഈ നമ്മുടെ ഡുവോഡിനം അല്ലെങ്കിൽ സ്റ്റൊമക്, ഡുവോഡിനം, ഗോൾ ബ്ലാഡർ ഭാഗത്ത്, അവിടെയും പലപ്പോഴും ടെറിട്ടോറിയൽ ത്രെറ്റിന്റെ ഫലമായിക്കൊണ്ട് അവർക്കവിടെ വിഷയങ്ങൾ ഉണ്ടാകുന്നു. അവിടെ ഓർക്കണം, ഹെപ്പറ്റൈറ്റിസ് അല്ല അവിടെ ഉണ്ടാകുന്നത്, മറിച്ച് ചിലപ്പോൾ ചില ആൾക്കാരിൽ നമ്മൾ ട്യൂമർ ഇൻ ദ ഹെഡ് ഓഫ് ദി പാൻക്രിയാസ്, അതല്ലെങ്കിൽ ബ്ലോക്കേജിൻ്റെ, അതെല്ലാം പലപ്പോഴും അപകടകരമാണ്. അപ്പൊ ശരീരത്തിനുള്ളിൽ എവിടെയെല്ലാം എക്ടോഡേമുണ്ടോ അതെല്ലാം പലപ്പോഴും കൺഫ്ലിക്റ്റ് ആക്റ്റീവ് ഫേസിൽ അതിൻ്റെതായ അർത്ഥങ്ങൾ വരുന്നു. കാരണം അവിടെ കൂടുതൽ ഫ്ലോ ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ട്, അതല്ലെങ്കിൽ കൂടുതൽ ബ്ലഡ് ഫ്ലോ ചെയ്യുന്നതിന് വേണ്ടി, ബൈല് കൂടുതൽ ഫ്ലോ ചെയ്യുന്നതിന് വേണ്ടി, അതല്ലെങ്കിൽ പാൻക്രിയാറ്റിക് ജ്യൂസ് കൂടുതൽ ഫ്ലോ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് സെല്ല് നഷ്ടപ്പെട്ടത്. പക്ഷേ അവിടുത്തെ റിപ്പയർ ഫേസ് എന്ന് പറയുന്നത് പലപ്പോഴും വേദനാജനകവും അപകടങ്ങൾ ഉണ്ടാക്കുന്നതും തകരാറുകൾ ഉണ്ടാക്കുന്നതും ഫെയ്റ്റൽ ആയിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഇതിനെപ്പറ്റി മനസ്സിലാക്കേണ്ട ഒരു ഘടകം, ദീർഘനാളായിട്ടുള്ള ഒരു ടെറിട്ടോറിയൽ കൺഫ്ലിക്റ്റ് എല്ലാം കോൺഫ്ലിക്റ്റ് റിസോൾവ് ചെയ്യാൻ പാടില്ല, മറിച്ച് അതിനെ ഡൗൺഗ്രേഡ് ചെയ്യുക എന്നതാണ് നമ്മുടെ മുന്നിലുള്ളത്. മറിച്ച് എല്ലാവരും ഇതിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗം എടുത്തിട്ട് നമ്മൾക്ക് കോൺഫ്ലിക്റ്റ് എന്താണെന്ന് മനസ്സിലായി, നിങ്ങളുടെ പ്രശ്നം ഇതാണ്, നിങ്ങളത് പരിഹരിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലപ്പോഴും പരിഹാരം എന്ന് പറയുന്നത് അപകടകരമായിരിക്കും. അപ്പോൾ ശരീരം അതിനു വേണ്ടിയിട്ടാണ് കോൺസ്റ്റലേഷൻസ് എന്നൊരു ആശയം ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ഏതെങ്കിലും ഒരു ഭാഗത്ത്, ഒരു കോർട്ടിക്കൽ സൈഡിൽ അല്ല ടെമ്പറൽ ലോബിൽ ഉണ്ടാകുവാണ്. ശരീരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് കോർട്ടക്സിലെ ടെമ്പറൽ ലോബ്. ടെമ്പറൽ ലോബ് എന്നൊരു ചാപ്റ്റർ തന്നെ
ഡോക്ടർ കരോളിൻ മാർക്കലിന്റെ ആ ഷിസോഫ്രനിക് കോൺസ്റ്റലേഷൻസിനുണ്ട്. അത് ബഹുമാനപ്പെട്ട അംഗങ്ങൾ നിങ്ങൾ എല്ലാവരും വായിച്ചു നോക്കേണ്ട ഒരു കാര്യമാണ്. ടെമ്പറൽ ലോബ്, അവിടെ ഒരാൾക്ക് ഒരു ചെറിയൊരു ഇഷ്യൂസ് ഉണ്ടാകുമ്പോൾ അടുത്ത ഇഷ്യൂസോട് കൂടി നമ്മൾ ഓർക്കും രണ്ടാമത്തെ കോൺഫ്ലിക്റ്റ്. പക്ഷെ രണ്ടാമത്തെ കോൺഫ്ലിക്റ്റ് വരുമ്പോൾ പിന്നെ ഓർഗനെ ബാധിക്കാതെ അത് മൈൻഡിനെ ബാധിച്ച് അവർ ഒരു ഷിസോഫ്രേനിയ കൺസ്റ്റലേഷൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറയുന്ന മാനിയയിലേക്കോ അല്ല ഡിപ്രഷനിലേക്കോ അല്ലെങ്കിൽ നമ്മൾ പലപ്പോഴും കാണുന്ന ചില മാനസിക കംപ്ലൈന്റുകളിലേക്ക് മാറുന്നുണ്ട്. ആ കംപ്ലൈന്റിലേക്ക് മാറിപ്പോകുന്ന എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വ്യക്തിയെ രക്ഷിക്കുന്നതിനായിട്ടാണ്. അത് അവിടെ നമ്മൾക്ക് പലപ്പോഴും ഹോമിയോപ്പതി വളരെ നന്നായിട്ട്, കഴിഞ്ഞ ദിവസം ഡോക്ടർ ചെന്നൈയിലുള്ള ഒരു ഡോക്ടറുടെ പേര് ഞാൻ മറന്നുപോയി, GSKയിലെ ഒരു പ്രധാനപ്പെട്ട ഒരു മെന്ററാണ്. അവരുടെ ഒരു കേസ് കഴിഞ്ഞ ദിവസം ഞാൻ കേട്ടതാണ്. അതിൽ അവര് പറഞ്ഞിരിക്കുന്ന ഒരു ഡോക്ടർക്ക് മാനിയാക്കലായിട്ടുള്ള വലിയ കടുത്ത ഭയം, ജീവിക്കാൻ പറ്റാത്ത രീതിയിലുള്ള, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാലും ഒരു മാനസിക രോഗത്തിന്റെ അടുത്ത് നിൽക്കുന്ന രീതിയിൽ വന്നിരിക്കുന്നു. അതിന്റെ വിഷയമായിട്ട് അവർക്കുണ്ടായത് ഒന്നൊരു ഫ്രോണ്ടൽ ഫിയർ ഉണ്ടാകുന്നത് എന്താണെന്ന് വെച്ചാൽ, ഫ്രോണ്ടൽ ഫിയർ എന്ന വാക്കിനർത്ഥം ഞാൻ കഴിഞ്ഞ ദിവസം എഴുതിയിരുന്ന പോലെ നമ്മുടെ മിന്നൽ എപ്പോഴും നമ്മളെ പിന്തുടരുന്നതല്ല, നമ്മുടെ മിന്നൽ തൊട്ട് മിന്നലുള്ള ഒരു അപകടം. ആ അപകടം എപ്പോഴും നമുക്ക് തകരാറുകളായിട്ട് നിൽക്കുന്നതാണ് ഫ്രോണ്ടൽ ഫിയർ കോൺഫ്ലിക്റ്റ്. തൈറോയിഡ് ഡക്റ്റിന്റെ ഒരു പ്രോഗ്രാമാണ്. അപ്പോൾ ഇവർക്കത് ഫ്രോണ്ടൽ ഫിയർ കോൺഫ്ലിക്റ്റ് ഉണ്ടായത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞിരുന്നെന്ന് എനിക്ക് സംശയമുണ്ട്. കഴിഞ്ഞ ദിവസം 2-3 മാസങ്ങൾക്ക് മുമ്പ് ഗുജറാത്തില് ആ ഒരു വിമാനം താഴേക്ക് പോയില്ലേ, വിമാനം അപകടം പറ്റുകയും വിമാനാപകടത്തിൽ ആ വിമാനത്തിലുണ്ടായിരുന്ന ഒരാൾ ഒഴിച്ച് ബാക്കി എല്ലാവരും കൊല്ലപ്പെടുകയും ചെയ്തപ്പോൾ ഇവർക്ക് ഈ ന്യൂസ് അവർക്ക് ഒരു ഭയമായി, ഒരു ഫ്രോണ്ടൽ ഫിയർ ആയി. അതിനോടൊപ്പം അവരുടെ ഭർത്താവ് ജോലി സംബന്ധമായ, ഡോക്ടറായിരുന്ന അവരുടെ ഭർത്താവ് ജോലി സംബന്ധമായിട്ട് എല്ലാ ആഴ്ചയിലും തന്നെ വിദേശത്തേക്ക് പോകുന്ന ആളായിരുന്നു. അപ്പോൾ ഇവർക്ക് രണ്ടാമത്തെ പവർലെസ് കോൺഫ്ലിക്റ്റ് എന്ന രണ്ടാമത്തെ കോൺഫ്ലിക്റ്റ് ഉണ്ടായപ്പോൾ ഇവർ വളരെയധികം മാനിക് സ്റ്റേജിലേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആംഗ്വിഷ് സ്റ്റേജിലേക്ക്, നമുക്ക് മാനിയാക്കൽ എന്ന രീതിയിലേക്ക് മാറുകയും അവരെ ചികിത്സിക്കുന്നതിന് സാധാരണ പറ്റാതെ ഇപ്പോൾ ഡോക്ടറുടെ അടുത്തെത്തുകയും ഡോക്ടർ അതിനെ ഈ 2 കാര്യങ്ങൾ കണ്ടെത്തി അതിൽ ഓരോന്നിനെ ചികിത്സിച്ച് അവർക്ക് വളരെ പെട്ടെന്ന് തന്നെ ക്യൂർ ആകുന്ന ഒരു ഇതുണ്ടായി. അപ്പം നമുക്ക് മാനസിക രോഗങ്ങളെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മാനസിക രോഗികൾ എന്ന് പറയുന്ന വ്യക്തികൾക്ക് അവർക്ക് മാനസിക രോഗം എന്ന അവസ്ഥയ്ക്ക് മുമ്പായിട്ട് 2 തരത്തിലുള്ള ഫിസിക്കൽ കംപ്ലൈന്റുകളുണ്ട്. നമ്മൾ പഠിച്ചിരിക്കുന്നത് പോലെ ഡോക്ടർ അർച്ചനയാണ് അന്ന് ക്ലാസ് എടുത്തിരുന്നത്. ഡോക്ടർ അർച്ചന എന്ന നമ്മുടെ GSKയിലെ അവരുടെ ക്ലാസ്സുകളൊക്കെ ഒരു മികച്ച ക്ലാസ്സുകൾ തന്നെയാണ്, നല്ല ക്ലാസ്സുകൾ ഇരുന്ന. അപ്പൊ ഡോക്ടർ അർച്ചനയുടെ ഒരു ക്ലാസ്സാണ് ഞാനിപ്പോൾ പറഞ്ഞത്. ഹോമിയോപ്പതി മെഡിസിൻസ് പലപ്പോഴും ഞാൻ മാനസിക രോഗപ്പെടുത്ത OCD കംപ്ലൈന്റുകളെയൊക്കെ ചികിത്സിച്ചിട്ട് മാറുന്നതിനിടയായിട്ടുണ്ട്. പക്ഷെ പലപ്പോഴും പല OCD കംപ്ലൈന്റുകളെ ചികിത്സിച്ച് രോഗിയും എടുക്കും, ഡോക്ടറും എടുക്കും. പലപ്പോഴും 2-3 വർഷമൊക്കെ എടുക്കാറുണ്ട്. പക്ഷെ പലപ്പോഴും അതിലപ്പുറം നമുക്ക് കൂടുതലായിട്ട് വളരെയധികം എളുപ്പമുണ്ട് അവരുടെ കോൺഫ്ലിക്റ്റുകളെ പറ്റി മനസ്സിലാക്കുകയും ആ രീതിയിൽ പോവുകയാണെങ്കിൽ ഒരു ഹോമിയോപ്പതി മെഡിസിനോടൊപ്പം അവർക്ക് അത് വളരെ പെട്ടെന്ന് തന്നെ മാറ്റം വരുത്താൻ കഴിയും എന്നാണ് ഞാൻ പറഞ്ഞു വന്നത്. അപ്പോൾ ഈ ഫ്രോണ്ടൽ ഫിയർ കോൺഫ്ലിക്റ്റ്, ഫിയർ ഇൻ ദ നെക്ക് ഓഫ് കോൺഫ്ലിക്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ തൊട്ടു പിറകിൽ എന്ന് പറയുന്നതാണ് നമ്മുടെ കഴുത്തിൽ നിന്ന് മാറാത്ത ഒരു പ്രശ്നം. അത് പല ആൾക്കാർക്കും അപകടകരമായ ഒരു ജോലി ചെയ്യുന്നവരിലോ അല്ലെങ്കിൽ ആ രീതിയിൽ ജോലി ചെയ്യുന്ന ആൾക്കാർക്ക് ഫിയർ ഇൻ ദ നെക്ക്, അത് ബ്രേക്കിയൽ ആർട്ടറിയിൽ ഉണ്ടാകുന്ന, ബ്രേക്കിയൽ ബ്രാഞ്ചസിൽ ഉണ്ടാകുന്ന ഒരു പ്രോബ്ലംസിന്റെ ഫലമായിട്ടാണ്. അപ്പോൾ ഈ എക്ടോഡേം എവിടെയൊക്കെ ഉണ്ട് എന്ന് നമ്മൾ അറിഞ്ഞിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ഞാൻ കഴിഞ്ഞ ദിവസം അതിനെപ്പറ്റി പറഞ്ഞിരുന്നു. നമുക്ക് ശരീരത്തിൽ പല ഭാഗങ്ങളിലും എക്സ്ട്രാ ആയിട്ടുണ്ട്. ഇപ്പം വേറൊരു കേസൂടെ ഞാനിപ്പോൾ പറയാം. എക്ടോഡേമിൽ തന്നെയുള്ള മറ്റൊരു ഇതാണ്
ആരും പെട്ടെന്ന് വിചാരിക്കാത്ത ഒരു പ്രദേശമാണ് പെരിയോസ്റ്റിയം. പെരിയോസ്റ്റിയം എന്ന് പറയുമ്പോൾ സെൽഫ് ഡീവാലുവേഷൻസ് ആണ് ബോണിൽ വരുന്നത്. പക്ഷേ പെരിയോസ്റ്റിയം എന്ന് പറയുന്നത് ഇൻട്രായൂട്രൈൻ ലെഫിൽ എക്ടോഡെയിം ആണ് അവിടെ നിൽക്കുന്നത്. അപ്പോൾ എക്ടോഡെയിമിൽ വരുന്ന പ്രശ്നം അനുസരിച്ച് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൺഫ്ലിക്റ്റ് ആക്റ്റീവ് ഫേസിൽ കടുത്ത വേദനകൾ ഉണ്ടാവും. ഇപ്പം ഞാൻ കഴിഞ്ഞ സംസാരിച്ചിരുന്നതാണ്, നമ്മുടെ ശരീരത്തിന്റെ പുറത്തുള്ളതിനെ എല്ലാം നമ്മൾ പറയുന്നത് എക്സ്റ്റേണൽ സ്കിൻ സെൻസിറ്റിവിറ്റി പാറ്റേണും ശരീരത്തിന് ഉള്ളിലുള്ള എക്ടോഡെയിം, ഉള്ളിലുള്ള ഈ കലകളെ നമ്മൾ ഗള്ളറ്റ് മ്യൂക്കോസ സെൻസിറ്റിവിറ്റി പാറ്റേൺ എന്ന് പറയും. ഇത് രണ്ട് പാറ്റേൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് സെൻസിറ്റിവിറ്റി മീൻസ് എക്സ്റ്റേണൽ ആണെങ്കിൽ നമുക്ക് കൺഫ്ലിക്റ്റ് ആക്റ്റീവ് ഫേസിൽ സെൽ ലോസ് ആണ് രണ്ടിടത്തും സംഭവിക്കുന്നത്. പക്ഷെ അതിന്റെ സെൻസിറ്റിവിറ്റിയിൽ വ്യത്യാസമുണ്ട്. ശരീരത്തിനുള്ളിലുള്ള എക്ടോഡെർമലുകളെല്ലാം സെൻസിറ്റിവിറ്റിയിൽ എന്ത് സംഭവിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പെയിൻ കൂടുതലായിരിക്കും കൺഫ്ലിക്റ്റ് ആക്റ്റീവ് ഫേസിൽ. പുറത്താണെങ്കിൽ പെയിൻ ഉണ്ടാവില്ല. ഹീലിംഗ് സ്റ്റേജിലാണ് പെയിൻ ഉണ്ടാവുക. ഹൈപ്പർസ്തേഷ്യ ആണ് ഹീലിംഗ് സ്റ്റേജിൽ എക്സ്റ്റേണൽ സ്കിന്നിൽ. അതേസമയം ഉള്ളിൽ അത് നമ്മൾ പറഞ്ഞ ലിവറിലാണെങ്കിലും അല്ലെങ്കിൽ ഗോൾ ബ്ലാഡറിന്റെ ഭാഗത്താണെങ്കിലും രക്തത്തിലാണെങ്കിലും കണ്ണിൽ റെറ്റിന അല്ലെങ്കിൽ മറ്റേത് ഭാഗത്താണെങ്കിലും ഗള്ളറ്റ് മ്യൂക്കോസ സെൻസിറ്റിവിറ്റി പാറ്റേൺ ആണ്. അത് എപ്പോഴും അപകടം ഉണ്ടാക്കുന്ന ഒരു വിഷയമാണ്. അപ്പോൾ ഈ ഞാൻ പറഞ്ഞ രോഗി എന്ന് പറയുന്നത് സെബാസ്റ്റ്യൻ എന്ന ഒരു 55 വയസ്സുള്ള ഒരു വ്യക്തി. അദ്ദേഹത്തിന് ഇടത് കാലിന് മുട്ടിന് താഴോട്ട് വേദന. അത് തുടങ്ങിയിട്ട് വർഷങ്ങളായി, 8-10 വർഷങ്ങളായി. 8-10 വർഷമായിട്ട് ഇടത് കാലിന് മുട്ടിന് താഴോട്ട് വേദന ഉണ്ടാകുന്നു. അപ്പം പണ്ടെങ്ങാണ്ട് പുക വലിച്ചിരുന്നതാണ് കാരണമെന്ന് പല ഡോക്ടർമാർ പറഞ്ഞു. അവരുടെ അടുത്ത് ഒക്കെ ചികിത്സിക്കുന്നതിനൊക്കെ പോയിരുന്നെങ്കിലും എം ഡിക്കാരൻ്റെ അടുത്ത് പോയി, അതുപോലെ തന്നെ ന്യൂറോളജിസ്റ്റിൻ്റെ അടുത്ത് പോയി, ഓർത്തോപീഡിക് സർജൻ്റെ അടുത്ത് പോയി, ഇവരുടെ എല്ലാ അടുത്ത് പോയിരുന്നെങ്കിലും ഇതിന്റെ കാരണം എന്താണെന്ന് ഇവർക്ക് പറയാൻ പറ്റുന്നില്ല. കാരണം പറയാൻ പറ്റുന്നില്ല. അതുപോലെ തന്നെ ഈ വേദനയും കുറയ്ക്കും. അപ്പൊ ഇതിന് വാദമാണ്. അതുകൊണ്ട് ഇപ്പം നമുക്ക് വാദം എന്ന് പറയുമ്പോൾ ശരിക്കും വാദത്തെ അല്ലെങ്കിൽ റൂമാറ്റിസത്തിന്റെ ആ ഫേസുകളെ ഏറ്റവും ഭംഗിയായിട്ട് ഡിസ്ക്രൈബ് ചെയ്തിരിക്കുന്നത് ഡോക്ടർ ഹാമറാണ്. അപ്പോൾ നമുക്കത് മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. അപ്പം ഇയാളുടെ വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇടത് കാലിന് മുട്ടിന് താഴോട്ട് മാത്രം. എന്തുകൊണ്ട് ഇടത് കാലിനുണ്ടായെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അയാളുടെ മകനും മകന്റെ ഭാര്യ അവരുടേതായ ചില പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കരുതുന്ന രീതിയിലുള്ള ചെറിയ പ്രശ്നങ്ങളൊന്നുമല്ല. നമ്മൾ കേട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തന്നെ ഒരു വിഷമം ഉണ്ടാകുന്ന വിഷയങ്ങൾ. കാരണം മകന്റെ ഭാര്യ, മകൻ പ്രേമിച്ച് വിവാഹം കഴിച്ചതാണ്. ഇയാളുടെ എതിർപ്പിനെ വകവയ്ക്കാതെയാണ് പ്രേമിച്ച് വിവാഹം കഴിച്ചത്. അതിനുശേഷം ഇങ്ങോട്ട് വരികയും മരുമകൾക്കൊരു ജോലി ഉണ്ടായി. ജോലി എന്ന് പറയുന്നത് നമ്മൾ കരുതുന്ന ഒരു പോസ്റ്റ് ഓഫീസിലെ ജോലിയായിരുന്നു. അതൊരു RD ഏജന്റ് ആയിരുന്നു. ഈ RD കിട്ടുന്ന പണം മുഴുവൻ ദുരുപയോഗം ചെയ്ത് അവസാനം പോലീസും ഇവരെല്ലാവരും തിരിച്ചു വന്ന സമയത്ത് ഈ പണം തിരിച്ചടയ്ക്കുകയാണെങ്കിൽ അറസ്റ്റ് ചെയ്യില്ല, അല്ലെങ്കിൽ അറസ്റ്റ് ഉണ്ടാവും. അപ്പം വീട്ടിൽ വന്നു കഴിഞ്ഞപ്പം മറ്റ് പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റിന്റെ അധികൃതരും മറ്റെല്ലാവരും വന്നു പൈസ കൊടുക്കണം. ഇയാളാണെങ്കിൽ ഒരു പാവപ്പെട്ട ഒരു മനുഷ്യൻ, അയാൾക്ക് അതിന് പൈസ അതിനുള്ള കണ്ടില്ല. പിന്നെ അയാളുടെ സ്വന്തം മക്കളുടെ സ്വർണമൊക്കെ പണയം വെച്ചിട്ട് ആ പണം കൊടുത്ത് വീട്ടി മകനെയും മരുമകളെയും വീട്ടിൽ താമസിപ്പിച്ചിരിക്കുന്നു. മരുമകൾക്ക് അതിന് ശേഷം ഈ തട്ടിപ്പ് നടത്തിയിരുന്ന കാലത്ത് എങ്ങനെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ വിലയേറിയ ഡ്രസ്സുകളും അതുപോലെ തന്നെ വൈകുന്നേരം വന്നു കഴിഞ്ഞാൽ പിന്നെ എപ്പോഴും വെളിയിൽ നിന്നുള്ള ഭക്ഷണം ഓർഡർ ചെയ്ത് മേടിക്കുകയും അങ്ങനെ അമിതമായ ഒരു ധൂർത്തിന്റെ ഒരു വ്യക്തി. അതുപോലെ തന്നെ സ്വന്തം മകനാണ് ജോലിക്ക് പോവുകയില്ല. അപ്പോൾ ശരിക്കും സംഭവിച്ചത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വ്യക്തിക്ക് ഇവരെ സെപ്പറേറ്റ് ചെയ്യണം. അപ്പൊ ഞാൻ ഈ കാര്യങ്ങളൊന്നും അറിയാതെ നിങ്ങൾക്ക് ഒരൊറ്റ ചോദ്യമാണ് ചോദിച്ചത്. നിങ്ങൾക്ക് ആരെയാണ് നിങ്ങളുടെ വീട്ടിൽ നിന്നും കിക്ക് ഓഫ് ചെയ്യുക, തൊഴിച്ചു മാറ്റണമെന്ന് തോന്നുന്നത് എന്ന് ഞാൻ ചോദിച്ചത്. അപ്പൊ പറഞ്ഞു, അയാൾ എടുത്ത വായിലെ പറഞ്ഞ ഇതാണ്. അപ്പം പിന്നെ ഈ വിഷയങ്ങളൊക്കെ സംസാരിച്ച് ഒരു മണിക്കൂറിനുള്ളിൽ ഞാൻ കുറച്ച് കാര്യങ്ങൾ അയാളോട് പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ച് എന്താണേലും അത്ഭുതകരമായി 24 മണിക്കൂറിനുള്ളിൽ ആ പെയിൻ മാറി. പിന്നെ ഒരിക്കലും ആ ഒരു പെരിയോസ്റ്റിയൽ പെയിൻ അയാൾക്ക് ഉണ്ടായിട്ടില്ല. അവര് മകനോ മരുമകളോ ഒന്നും വീട്ടിൽ നിന്ന് മാറിയിട്ടില്ല, അത് വേറെ കാര്യം. പക്ഷെ ഇയാൾ ഈ പ്രശ്നം ഉൾക്കൊണ്ട് അത് മനസ്സിലാക്കി. അതിലേറ്റവും പ്രധാനപ്പെട്ട ഘടകം ആ വ്യക്തി
വിദ്യാഭ്യാസമൊന്നും ഇല്ലാത്ത വെറും ഒരു സാധാരണക്കാരനായിരുന്നു. പക്ഷെ പലപ്പോഴും നമ്മുടെ ഒരു തകരാറ് എന്ന് പറയുന്നത്, നമ്മൾ ഇങ്ങനത്തെ ചില കാര്യങ്ങൾ പറയുമ്പോൾ അവരുടെ വ്യക്തികളുടെ അറിവിന്റെ ആധിക്യം മൂലം അവർക്ക് നമ്മൾ പറയുന്ന കാര്യങ്ങളെ പറ്റി യോജിക്കാൻ കഴിയുന്നില്ല. അപ്പോൾ നമ്മൾ ഇത് അറിഞ്ഞുകൊണ്ട് പ്രത്യേകിച്ച് ഒരു ഉപകാരവും ഇല്ല. രോഗി മനസ്സിലാക്കി, അതല്ലെങ്കിൽ നമ്മുടെ അടുത്തെത്തുന്ന ക്ലയന്റ് മനസ്സിലാക്കി ഇതാണ് നിങ്ങളുടെ പ്രശ്നം എന്ന് പറയുകയും ആ പ്രശ്നത്തിനെ അവർക്ക് മാറ്റാൻ കഴിയുകയും ചെയ്യുമ്പോൾ മാത്രമേ അവരുടെ രോഗം മാറുകയുള്ളൂ. അതുപോലെ തന്നെ ഇന്ന് ആ കേസിൽ ഞാൻ ഹോമിയോപ്പതി മെഡിസിൻ കൊടുത്തിരുന്നു. സക്കൈൽ കോറാണ് കൊടുത്തത്, തണുത്തിരിക്കുന്നു അതൊക്കെ കൊണ്ട് സക്കൈൽ കോർ കൊടുത്തു. സക്കൈൽ കോർ എന്ന മെഡിസിനിലേക്ക് എത്തുന്നതിന് വേണ്ടി ഞാൻ റെപ്പർട്ടറൈസ് ചെയ്യുകയോ ചോദ്യം ചോദിക്കുകയോ ഒന്നും ചെയ്തില്ല. തണുത്തിരിക്കുന്നു എന്നുള്ള ഒറ്റ ഇതേ. പക്ഷെ അതിലപ്പുറം ഇയാളുടെ വിഷയങ്ങളെ നമ്മൾ കൈകാര്യം ചെയ്തതുകൊണ്ടാണ് ആ രോഗം. അതുപോലെ ഇന്ന് വന്ന വേറൊരു കേസാണ്, ഒരാളുടെ റൈറ്റ് സൈഡില് നാക്കിലൊരു ട്യൂമർ ഉണ്ടായി, നാക്കിന്റെ വശത്ത്. അപ്പൊ അത് കാണിച്ചു, മുഴയായിട്ട് വന്നു, വലിപ്പം വെച്ചു. ഡോക്ടേഴ്സിന്റെ അടുത്ത് പോയി, അവര് പറഞ്ഞു അത് ക്യാൻസറാണ്. അപ്പോൾ ഈ വിഷയത്തിൽ ഏകദേശം നല്ലപോലെ വലിപ്പമായി കഴിഞ്ഞതിന് ശേഷമാണ് അവര് ഡോക്ടേഴ്സിന്റെ അടുത്ത് പോയത്. അപ്പൊ അവർ RCC പോയി, അവര് സർജറി നടത്തി. സർജറി നടത്തുന്ന ഇതിനകത്തൊരു വിഷയം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സാധാരണക്കാരായ വ്യക്തികൾക്ക് നമ്മൾ പലപ്പോഴും സർജറി നടത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ അവർക്കൊരു ധാരണയുണ്ട് മിക്കവാറും എല്ലാം മാറിയെന്ന്. പക്ഷെ സർജറി നടത്തി കഴിഞ്ഞതിന് ശേഷം പല രോഗികളിലും കീമോതെറാപ്പി റേഡിയേഷൻ നടത്തുമ്പോഴാണ് ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടായത്. അപ്പം എന്നോട് ഈ രോഗി ആദ്യമേ ചോദിച്ചിരുന്നു, ഞങ്ങൾ സർജറി നടത്തിയിട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ ചികിത്സിക്കാൻ. ഞാൻ പറഞ്ഞു നിങ്ങൾ പോയി സർജറി നടത്തും. പക്ഷെ സർജറി നടത്തിയേച്ച് വന്നത് അതിഭീകരമായ ഒരു സർജറി ആയിരുന്നു. അവരുടെ റൈറ്റ് സൈഡിലെ കംപ്ലീറ്റ് ഒരു ഭാഗത്തിലെ നാക്ക് കംപ്ലീറ്റ് മുറിച്ചു മാറ്റി, മാൻഡിബിൾ മുറിച്ചു മാറ്റി, ഈ ഭാഗം എല്ലാം കംപ്ലീറ്റ്. അതിനുശേഷം അവർക്ക് പിന്നെ പറഞ്ഞു ഒരാഴ്ചക്കുള്ളിൽ റേഡിയേഷൻ, ഒരു 15 ദിവസം കഴിഞ്ഞിട്ട് സ്റ്റിച്ച് എടുത്തു കഴിഞ്ഞാൽ റേഡിയേഷൻ നടത്തണം. അപ്പൊ ഇപ്പോൾ ഈ ഒരു സർജറി കൊണ്ട് തന്നെ അവർക്ക് ഇങ്ങനെ ഡ്രൂളിങ് ഓഫ് സലൈവ എല്ലാം ഉണ്ടായിരുന്നു. ഞാൻ അവർക്ക് മെഡിസിൻ കൊടുക്കുന്നു. അപ്പൊ അവര് മെഡിക്കൽ RCCയിൽ നിന്നും, അവരുടെ വീട് ഹൈ റേഞ്ചിലാണ്, വന്ന വഴി എൻ്റെ അടുത്ത് കയറിയാണ് പോയത്. അപ്പൊ ഞാൻ അവരുമായിട്ട് അന്ന് തന്നെ ഇരുന്ന് സംസാരിച്ചു. സംസാരിക്കാനൊന്നും പറ്റാത്ത ഒരു സാഹചര്യമാണെങ്കിലും സംസാരിച്ചു കഴിഞ്ഞപ്പോൾ അവർക്കൊരു വിഷയമുണ്ടായി. ആ വിഷയം ഇതായിരുന്നു, അവരുടെ ഹൈ റേഞ്ചിലാണ് അവരുടെ വീട്. അവരുടെ വീട് ഇവർ ഒറ്റയ്ക്ക് കൊടുക്കുക എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടായിരുന്നു. ഒറ്റയ്ക്ക് കൊടുത്തിട്ട് ഇവര് വേറൊരു സ്ഥലത്തേക്ക് മാറി. ആ ഒറ്റി മേടിച്ചയാള് അതൊരു തമിഴ്നാട്ടുകാരനായിരുന്നു. അയാൾ ഇവർക്ക് പൈസ നൽകാതിരിക്കുകയും സമയത്ത് നൽകാതിരിക്കുകയും ചെയ്തിട്ട് അപ്പൊ ഇവർക്ക് ഈ രോഗിയുടെ ഭർത്താവ് മരിക്കുകയും ഒറ്റ മകൻ മാത്രമേ ഉണ്ടാവുകയും ചെയ്തു. അപ്പൊ ഇവനിതെല്ലാം നഷ്ടപ്പെട്ടു പോവാണ്. അപ്പൊ ഇയാളോട് 2 വർത്താനം പറയണം, 2 സംസാരിക്കാൻ പറ്റാതിരുന്നപ്പോൾ, അതായത് നാവിനുണ്ടാകുന്ന വിഷയങ്ങൾ ഇതാണ്, രുചികൾ മാത്രമല്ല, നമ്മൾ സംസാരിക്കാൻ. അപ്പൊ ഈ വ്യക്തിയോട് എനിക്ക് ഒച്ചത്തിൽ 2 വർത്താനം പറയാൻ പറ്റുന്നില്ലല്ലോ എന്ന അവസ്ഥയിൽ പറ്റാൻ വേണ്ടിയിട്ടാണ് വിഷയം ഉണ്ടായത് അവിടെ. അപ്പോൾ ഒരു സ്കോമസ് സെൽ കാർസിനോമയാണ് ഉണ്ടായത്. വലിയൊരു ട്യൂമർ ഉണ്ടായി. ആ ട്യൂമറിന് സർജറിക്ക് ശേഷം നമ്മൾ ഹോമിയോപ്പതി മെഡിസിനും പിന്നെ ഈ ആശയങ്ങൾ അവരെ പറഞ്ഞ് മനസ്സിലാക്കിയപ്പോൾ അവർ വളരെയധികം നമ്മൾ പറഞ്ഞ കാര്യങ്ങളിൽ അവർക്ക് കൃത്യമായിട്ടത് മനസ്സിലായി. ഇപ്പോൾ ഏകദേശം 4 മാസമായി. ഇപ്പോൾ അവർ വീണ്ടും സംസാരിക്കാറായി. പക്ഷെ നാക്കിന്റെ പകുതി മുറിച്ച് ഒരു വശത്ത് സ്റ്റിച്ച് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അതുകൊണ്ട് കുറച്ചൊക്കെ ബുദ്ധിമുട്ടുണ്ട്. എങ്കിലും അവർ എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ട് 52 വയസ്സേ ഉള്ളൂ. അതല്ലായിരുന്നു എങ്കിൽ അവരുടെ ഒരു കാര്യം ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പൊ പലപ്പോഴും നമുക്ക് നമ്മുടെ അടുത്തെത്തുന്ന രോഗികളിൽ നമ്മുടെ ഒരു അറിവ് കുറവുകൊണ്ട് ഇവർക്ക് എന്താണ് സംഭവിക്കുന്നത്, ഇന്നത് കാര്യം കൊണ്ടാണ് സംഭവിച്ചത്, അതിനാൽ നമുക്ക് ഇന്നത് ചെയ്താൽ മതി എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റുന്നത് പലപ്പോഴും GSKയിലെ അറിവാണ്. എനിക്ക് അങ്ങനെ ഒരു വലിയൊരു കേസ്, ഒന്നല്ല പല കേസുമാണ്, വലിയൊരു കേസ് എനിക്ക് പറയാം. കാരണം ഹോസ്പിറ്റലിൽ നിന്നും കിടന്ന് അവിടെ നിന്നിരുന്നെങ്കിൽ അവിടെ ശരിക്കും ജീവിച്ചിരിക്കുകയില്ലാത്ത, അതുപോലെ തന്നെ അതുപോലത്തെ തെറ്റുകളാണ് പലപ്പോഴും നമ്മുടെ രോഗികൾക്ക് ഇന്ന് വലിയ വലിയ ഹോസ്പിറ്റലിൽ നിന്ന് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് അതല്ല ഇതാണ് എന്ന് നമുക്ക് കൺവിൻസിങ് ആയിട്ട് പറയാൻ കിട്ടുന്ന അറിവ് നമുക്ക് ഇല്ലാന്നുള്ളത്. അപ്പൊ ഇവിടെ എല്ലാം ഏറ്റവും വലിയ പ്രശ്നം ടെറിട്ടോറിയൽ കൺഫ്ലിക്റ്റ് എന്ന ഈ ഒരു കൺഫ്ലിക്റ്റ് ആണ്. അപ്പം ഈ ടെറിട്ടോറിയൽ കോൺഫ്ലിക്റ്റിനെ പറ്റി നിങ്ങൾ കൂടുതലായിട്ട് പഠിക്കണം. കാരണം അത് പലപ്പോഴും നമുക്ക് ഈ
ഷിസോഫ്രനിക് കോൺസ്റ്റലേഷൻസ് എന്ന ബുക്കിലാണ് അത് ഏറ്റവും കൂടുതലുള്ളത്. അതൊരു ഇങ്ങനെ ഒരു സംസാരത്തിൽ കൂടി അത് പലപ്പോഴും പറഞ്ഞു തരാൻ അത്ര എളുപ്പമല്ല. കാരണം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്നാമത് ഇത് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആണ്. ആ കോംപ്ലിക്കേഷൻസ് കേട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും പ്രശ്നമുണ്ട്. അപ്പൊ നമുക്ക് ഇതിനെ ഒന്ന് പരിചയപ്പെട്ട് കഴിഞ്ഞതിന് ശേഷം നമുക്ക് വായിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് മനസ്സിലാവും. ഈ ടെറിട്ടോറിയൽ ഇഷ്യൂസ് മൂലമാണ് ചില പുരുഷന്മാർ ഇത്രയും ഓടി നടന്നുകൊണ്ടിരുന്ന അല്ലെങ്കിൽ സംസാരിച്ചു കൊണ്ടിരുന്ന വ്യക്തികൾ പെട്ടെന്ന് തന്നെ ഡിപ്രഷനിലേക്ക് പോകുന്നു. അതുപോലെ തന്നെ വളരെ ശാന്തമായിട്ടിരുന്ന ആൾക്കാർ ഒരു പ്രത്യേക കംപ്ലൈന്റിന് ശേഷം മാന്യാക്കലാകുന്നു. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നക്കാരായി മാറുന്നു. പിന്നെ മറ്റുള്ളവരുമായിട്ട് വഴക്കുണ്ടാക്കുന്നു. അതെല്ലാത്തിനും കാരണം ഈ ഒരു കോൺഫ്ലിക്റ്റുകൾ ബ്രെയിനിൽ ഉണ്ടാകുന്നത് കൊണ്ടാണ്. ഇപ്പോൾ ഇത് അതുപോലെ തന്നെയാണ് മറ്റൊരു പ്രശ്നങ്ങൾ പലപ്പോഴും ഉണ്ടാകുന്നത്. എൻ്റെ അടുത്തൊരു CA റെക്റ്റം, അതൊരു 3-3.5 വർഷം മുമ്പ് ഉണ്ടായതാണ്. ഒരു ബ്ലീഡിങ് ഉണ്ടായിട്ട് CA റെക്റ്റം ആണെന്ന് തിരിച്ചറിഞ്ഞു. അപ്പൊ അവർ പറഞ്ഞു CA റെക്റ്റം ആണ്, ബ്ലീഡിങ് ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അദ്ദേഹത്തിന് 52 വയസ്സേ ഉണ്ടായിരുന്നുള്ളൂ, 52-53 വയസ്സ്. സർജറിയെ കഴിഞ്ഞ് മുമ്പ് അവർ ആദ്യം പറഞ്ഞത് അതിന് കീമോതെറാപ്പിയും റേഡിയേഷനുമാണ്. എന്നിട്ട് പിന്നെ ഒരു ഒബ്സ്ട്രക്ഷൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, അപ്പോൾ ഈ വ്യക്തി അവർ പറഞ്ഞ കേൾക്കാതെ എൻ്റെ അടുത്ത് വരികയാണ് ചെയ്തത്. ഞാൻ ഇവരുമായിട്ട് ഇവിടെ സംസാരിച്ചു, വാട്ട് ഈസ് യുവർ പ്രോബ്ലം. അപ്പം രക്തത്തിലുണ്ടാകുന്ന പ്രോബ്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൺഡൈജസ്റ്റബിൾ മോർസൽ മോർസലിൽ തന്നെ എന്നാ ഷിറ്റ് കോൺഫ്ലിക്റ്റ്. എനിക്കിത് വേണ്ട, എനിക്കിത് ഒഴിവാക്കണം എന്നുള്ള ഒരു ആശയമാണ് അവിടെയുള്ളത്. അപ്പോൾ എന്താണ് ഒഴിവാക്കേണ്ടത് എന്ന് പുള്ളിയായിട്ട് ഞാൻ സംസാരിച്ചു കഴിഞ്ഞപ്പോൾ കിട്ടിയത്, അദ്ദേഹം ഒരു വീട്ടിൽ കുറച്ചു കാലം ഗൾഫിലായിരുന്നു, വർഷങ്ങളോളം ഗൾഫിൽ ജോലി ചെയ്തതിനു ശേഷം തിരിച്ചു വന്നു. വീട്ടിൽ പിന്നെ ജോലി ചെയ്യുന്നു, വളരെ നല്ല രീതിയിൽ പോകുന്നു, മക്കളൊക്കെ ഉയർന്ന നിലയിലാണ്. അപ്പം അതിന്റെ ഭാഗമായിക്കൊണ്ട് ചില സാമുദായിക പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടപ്പോൾ അയാൾ കരുതിയത് എല്ലാവരും നന്നായിട്ടാവണം. സമുദായ പ്രവർത്തനത്തിൽ ഏർപ്പെടുക എന്ന് പറഞ്ഞപ്പോൾ പുള്ളി അവിടെ ചെന്നപ്പോൾ മനസ്സിലാക്കിയ വിഷയം എന്ന് പറഞ്ഞത് അവിടെ എല്ലാം ശരിയല്ലായ്മകളും മോഷണങ്ങളുമാണ് നടന്നത്. അത് ഈ പുള്ളിക്ക് ഒട്ടും യോജിക്കാൻ പറ്റിയില്ല. അപ്പോൾ ഒരു സ്ഥാനം അങ്ങ് നൽകിയപ്പോൾ, അദ്ദേഹം സെക്രട്ടറി ആക്കി കഴിഞ്ഞപ്പോൾ, മറ്റുള്ളവർക്ക് അവിടെ ക്ഷേത്രത്തിന് സംബന്ധമായ കാര്യങ്ങളിലൊക്കെ അതിലുള്ള കൈയിട്ട് വാരലുകളൊന്നും പുള്ളി അനുവദിച്ചില്ല. അപ്പൊ അത് വഴിയായിട്ടുണ്ട് അവരുമായിട്ട് വഴക്കുണ്ടാവുകയും തല്ലുണ്ടാവുകയും പുള്ളി ആർക്കാണ്ടിക്കിട്ടൊക്കെ തല്ലുകയൊക്കെ ചെയ്തു. എനിക്കിതെല്ലാം വേണ്ടാന്നും പറഞ്ഞ് ഒഴിവാക്കും. ഞാൻ പറഞ്ഞു, ഇതായിരിക്കാം പ്രോബ്ലം, പക്ഷെ ഇതാണെന്ന് നമ്മൾ കരുതിയെങ്കിലും അതല്ലായിരുന്നു പ്രോബ്ലം. കാരണം അത് മാറിയില്ല. ബ്ലീഡിങ് അങ്ങനെ തന്നെ നിന്നു, ഇയാളുടെ വിഷയങ്ങൾ അങ്ങനെ തന്നെ നിന്നു. പക്ഷെ കൺട്രോൾഡ് ആണ്, അമിതമായിട്ട് ബ്ലീഡിങ് ഒന്നുമില്ല, രോഗം മാറിയില്ല. അപ്പൊ വീണ്ടും ഞാൻ ചോദിച്ചു കഴിഞ്ഞപ്പോൾ പറഞ്ഞു, ഇയാളുടെ വീട്ടിലുള്ള പ്രശ്നം തന്നെയായിരുന്നു അത്. ഫാദർ, അദ്ദേഹം ഒരു രാഷ്ട്രീയക്കാരനായിരുന്നു. രാഷ്ട്രീയക്കാരൻ എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയത്തിൽ പുള്ളി നഷ്ടപ്പെടുത്തിയ ഒരു രാഷ്ട്രീയക്കാരനാണ്. അപ്പൊ മക്കൾ എന്ന നിലയിൽ ഇവർക്ക് കൂടുതൽ ധാരാളം സ്വത്തുണ്ടായിരുന്ന ആ സ്വത്തുകളെല്ലാം വിറ്റ് രാഷ്ട്രീയ പ്രവർത്തനം നടത്തി അവസാനം മക്കൾക്കും ഇവർക്കും സ്വന്തം നാട്ടിൽ നിന്നും വീട്ടിൽ നിന്നും വിറ്റ് വേറൊരു വളരെ ഉൾനാട്ടിലേക്ക് പോകേണ്ട ഒരു സാഹചര്യം ഉണ്ടായി. ആ സാഹചര്യം അപ്പോൾ അങ്ങനെ ഉണ്ടായപ്പോൾ ഇദ്ദേഹം ഗൾഫിലേക്ക് പോവുകയും പണിയെടുക്കുകയും എല്ലാം ചെയ്ത് തിരിച്ചു വന്നു കഴിഞ്ഞപ്പം അത് ഫാദറിനോടാണ് പുള്ളിക്കൊരു വിരോധം എന്ന് വിളിക്കണ്ട, അതങ്ങ് പ്രകടിപ്പിക്കുന്നില്ല. അപ്പൊ ഫാദർ ഇപ്പോഴും പഴയ ആ വലിയൊരു നേതാവിന്റെ പണി ചമഞ്ഞുകൊണ്ട് നടക്കുകയാണ്. അപ്പൊ ഇദ്ദേഹത്തെ കാണുമ്പോഴൊക്കെ അവോയ്ഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നതാണ്. അപ്പം എങ്ങനെ അവോയ്ഡ് ചെയ്യാൻ പറ്റും? 4 വർഷമായി തകരാറൊന്നുമില്ല. ഇതുവരെ ഈ മെറ്റാസ്റ്റാറ്റിക് എക്സ്റ്റൻഷൻസ് ഒന്നും നമ്മൾ സാധാരണ പറയുന്ന പോലെ അങ്ങനെയൊന്നും വന്നിട്ടില്ല. പക്ഷെ നല്ല രീതിയിൽ പോകുന്നു. പൂർണ്ണമായും മാറ്റാൻ കഴിഞ്ഞിട്ടില്ല, കാരണം വീട്ടിൽ ഇപ്പോഴും എല്ലാവരും താമസം. അപ്പൊ നമുക്ക് ഇങ്ങനത്തെ ചില പ്രശ്നങ്ങളും നമ്മുടെ മുന്നിലുണ്ട്. ഈ പ്രശ്നങ്ങളെ നമുക്ക് കൈകാര്യം ചെയ്യുമ്പോഴും പലപ്പോഴും പലപ്പോഴും നമുക്ക് റിസോൾവ് ചെയ്യാൻ പറ്റില്ല. അതിനെല്ലാം ഡൗൺഗ്രേഡ് ചെയ്യാനേ പറ്റുകയുള്ളൂ. ഇതൊക്കെ ആണ് ഈ ടെറിട്ടോറിയൽ കോൺഫ്ലിക്റ്റിനെ പറ്റി നമുക്ക് കൂടുതൽ പറയാൻ ഉള്ളത്. അപ്പൊ അത് നമ്മൾ വായിക്കുക. ടെറിട്ടോറിയൽ കോൺഫ്ലിക്റ്റിൽ മറ്റൊരു വിഷയമാണ്
കോർട്ടിക്കൽ കാസ്ട്രേഷൻസ് എന്ന് പറഞ്ഞൊരു അവസ്ഥയുണ്ട്. അതായത് പലപ്പോഴും പുരുഷന്മാരിൽ അവരിൽ കാസ്ട്രേഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഷണ്ഡീകരിക്കപ്പെടുന്ന ഒരവസ്ഥയുണ്ട്. ചില കോൺഫ്ലിക്റ്റുകളുണ്ട്. അങ്ങനെ ഉണ്ടാകുന്ന കോൺഫ്ലിക്റ്റുകളിലാണ് പലപ്പോഴും ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്ഥിരമായിട്ട് ചിലരുടെ ADC ആയിട്ട് നടക്കുന്ന ഒരു നേതാവ്, ആ നേതാവിന് കീഴിൽ എന്നും അനുയായിയായിട്ട് മാത്രം നടക്കുന്ന ഒരു വ്യക്തി, ആ വ്യക്തി ഈ സെറിബ്രലി ഓർ കോർട്ടിക്കലി കാസ്ട്രേറ്റഡ് ആയിരിക്കും. അപ്പോൾ ഈ വ്യക്തികളുടെ എല്ലാ സ്വഭാവ സവിശേഷതകൾ, ഓരോ സമൂഹത്തിൽ ഓരോ വ്യക്തികളും എങ്ങനെയൊക്കെ ഇങ്ങനെ പെരുമാറുന്നു, എന്തുകൊണ്ട് അവർ അങ്ങനെയാകുന്നു, അതെല്ലാം നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്ന ഏറ്റവും മികച്ച ഒരു കാര്യമാണ് ഷിസോഫ്രെനിക് കോൺസ്റ്റലേഷൻസ്. അപ്പം ഡോക്ടർ വർഗീസ് ഷിസോഫ്രെനിക് കോൺസ്റ്റലേഷൻസിൽ ഫ്ലൈയിങ് കോൺസ്റ്റലേഷൻസിനെ പറ്റി ഒരിക്കലും ഒരു ക്ലാസ് എടുത്തിരുന്നു. ഇതൊന്ന് ഈ നമ്മുടെ ഗ്രൂപ്പിലാണ് എടുത്തിരുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. അതോ ക്ലാസ്സുകൾ കൂടുതൽ കൂടുന്നത് കൊണ്ട് ഓർമ്മയില്ല. എന്താണേലും അത് പറഞ്ഞു. ഫ്ലൈയിങ് കോൺസ്റ്റലേഷനെ പറ്റി ക്ലാസ്, അതായത് യാത്ര ചെയ്യുക. ചിലർ എന്തുകൊണ്ടാണ് വീട്ടിൽ നിൽക്കാതെ യാത്ര ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ഉത്തരം GSKയിലുണ്ട്. അപ്പൊ സമൂഹത്തിലുണ്ടാകുന്ന, വ്യക്തികളിലുണ്ടാകുന്ന, അല്ലെങ്കിൽ കുട്ടികളിലുണ്ടാകുന്ന എല്ലാ പ്രശ്നങ്ങളും എങ്ങനെ എന്നുള്ള കാര്യം വളരെ കൃത്യമായിട്ട് ഈ കോർട്ടിക്കൽ കോൺസ്റ്റലേഷൻസ് ഓർ ടെറിട്ടോറിയൽ കോൺഫ്ലിക്റ്റ് നമുക്ക് കാണാൻ കഴിയും. അപ്പൊ നമുക്ക് ഏകദേശം 9:53 53 മിനിറ്റോളമായി. നമുക്കിനി വേണമെങ്കിൽ ഇതിനെപ്പറ്റി കൂടുതൽ ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ കൂടുതൽ ഉത്തരവൊന്നും പറയാൻ അത്ര എളുപ്പമല്ല. അതിനാൽ സ്വയം നിങ്ങൾ കണ്ടെത്തുക. എന്നാലും കുറച്ച് എനിക്കറിയാവുന്ന ഉത്തരങ്ങൾ ഞാൻ പറഞ്ഞു തരാം. ഇതിൽ മറ്റൊരു ഏറ്റവും വലിയൊരു വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നമുക്ക് പലപ്പോഴും കാണേണ്ട ഒരു മൃഗങ്ങളിലും മനുഷ്യരിലും മൃഗങ്ങളിലും കൂടിയിട്ടുള്ള കഴിഞ്ഞ ദിവസം ഞാൻ സംസാരിച്ചിരുന്ന കോമൺ ബയോളജിക്കൽ ലാംഗ്വേജ് എന്നത്, അവിടെയും വരുന്നത് കോർട്ടിക്കൽ കോൺഫ്ലിക്റ്റുകളാണ് വരുന്നത്. കോമൺ ബയോളജിക്കൽ ലാംഗ്വേജസ് ഉപയോഗിച്ചുകൊണ്ട് മൃഗങ്ങൾക്കുണ്ടാകുന്ന വിഷയങ്ങൾ, മൃഗങ്ങളുടെ പ്രോബ്ലം മൂലം മനുഷ്യരിലുണ്ടാകുന്ന വിഷയങ്ങൾ, അതിനെപ്പറ്റി നമുക്ക് കൂടുതൽ മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ഈ ആശയങ്ങൾ നിങ്ങൾ ഓരോരുത്തരും പഠിക്കേണ്ടതാണ്. അപ്പൊ ഡോക്ടർ അനിത, നമുക്ക് എന്തെങ്കിലുമൊക്കെ ചോദ്യങ്ങളുണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ സർ. ഡോക്ടർ വർഗീസ് ടെറിട്ടോറിയൽ മാർക്കിംഗ് കോൺഫ്ലിക്റ്റിനെ പറ്റി എഴുതിയിരുന്നു. ഞാനതിലേക്കൊന്നും പോകാത്തതാണ്. അത് എല്ലാം കൂടെ പറഞ്ഞ് കുളവാക്കണ്ടല്ലോ എന്ന് ഓർത്തുകൊണ്ടാണ് ഞാനത് സംസാരിക്കാത്തത്. എന്നാൽ എന്തെങ്കിലും ചോദിക്കാനോ പറയാനോ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് സംസാരിക്കാം. നിങ്ങൾ വീഡിയോ ഓൺ ആക്കി തന്നെ സംസാരിക്കുക. എന്നെങ്കിൽ നിങ്ങളെ കണ്ടുകൊണ്ട് സംസാരിക്കുക. ഞാൻ മാത്രം കാണണ്ടല്ലോ. ഫ്ലൈയിങ് കോൺസ്റ്റലേഷൻ എടുത്തത് GSK ബേസ്ഡ് ഹോമിയോപ്പതി മാസ്റ്ററി. ശരി ഡോക്ടർ. അത് കുറച്ചുപേര് ഇതിനകത്തും ഉണ്ട്. പക്ഷെ എല്ലാരും കയറുന്നില്ല. അവരെല്ലാരും മടിച്ചു നിൽക്കുവാണ്. കൂടുതൽ പഠിക്കണമെങ്കിൽ അതിലും കൂടെ ചേരണം. എന്നാണെങ്കിലും ഒരു കുറച്ചൊന്ന് മെനക്കെട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ഇപ്പോഴേ അതാ പറയുന്നത്, നമ്മളൊന്ന് കുറച്ച് തീരെ എന്നല്ല പറയുന്നത്, ഒരു ദിവസത്തിൽ 1 മണിക്കൂർ മാറ്റി വെച്ച് കഴിഞ്ഞാൽ, ദിവസത്തിൽ 1 മണിക്കൂർ ഒരു 5-6 മാസത്തേന് മാറ്റി വെക്കുവാണെങ്കിൽ ശരിക്കും ഇതിന്റെ ഒരു അറിവിന്റെ ഒരു ഗുണം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഏറ്റവും വലിയ പ്രശ്നം നമുക്ക് വാക്കുകൾ കൊണ്ട് ഒരാളെ സുഖപ്പെടുത്താം. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വാക്കുകൾ കൊണ്ട് സുഖപ്പെടുത്താനാകുന്ന ഒരു അവസ്ഥയിലേക്ക് ഹോമിയോപ്പതി ഡോക്ടർ, നമുക്ക് മെഡിസിനോടൊപ്പം വാക്കുകൾ കൊണ്ട് സുഖപ്പെടുത്താനുള്ള ആ ഒരു പോലെ നമുക്കൊരു എന്താ പറയേണ്ടത്, ഒരു വലിയ ഒരു കഴിവാണ്, വലിയൊരു കഴിവ്. ആ കഴിവില് വളരെ എളുപ്പം കിട്ടുമെന്ന് കരുതരുത്. അതിന് വേറൊന്നുമല്ല, ലേൺ പഠിക്കുക. പിന്നെ നമ്മൾ മുൻകൂട്ടി പഠിച്ചിരുന്നത് മാത്രമല്ല, അൺലേൺ ആൻഡ് റീലേൺ. അതാണ്. അത് പറ്റുമോ ഇല്ലയോ എന്നൊക്കെ ചോദിച്ചാൽ തീർച്ചയായിട്ടും പറ്റും. ഇപ്പം ഞാൻ റിട്ടയർ ചെയ്ത് കഴിഞ്ഞു. ഡോക്ടർ വർഗീസ് ആണെങ്കിലും ഇപ്പം അദ്ദേഹത്തിന് ഇപ്പൊ 72 ഉണ്ട്. പക്ഷെ ഡോക്ടർ വർഗീസ് ഒക്കെ, ഞങ്ങളൊക്കെ വലിയ ഈ പാതയിൽ വന്നവരാണ് നമ്മൾ എല്ലാവരും തന്നെ. നമുക്ക്
ഹോമിയോപ്പതി എന്ന ശാസ്ത്രത്തിന്റെ മഹത്വത്തെ പറ്റി തീർച്ചയായിട്ടും അറിയാം. പക്ഷെ അതിനോടൊപ്പം നിൽക്കുന്ന ഹനിമാൻ ഇപ്പോൾ ആയിരുന്നെങ്കിൽ ഒരു പരിധി വരെ ഈ ആശയങ്ങളുടെ തീർച്ചയായിട്ടും എടുക്കുമായിരുന്നു എന്ന് നമുക്ക് കരുതാം. അതിപ്പോൾ നമുക്ക് വിജയകർ സാറ് ഈ ആശയത്തെ വളരെ ഭംഗിയായിട്ട് എടുത്ത് നമുക്ക് വളരെ നല്ല ക്ലാസ്സുകളും ഇൻസ്ട്രക്ഷൻസും നൽകുന്നുണ്ട്. അത് ഓരോരുത്തർക്കും സാധ്യമാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. അനിത ഡോക്ടറെ, ഡോക്ടർ സ്ഥലത്തില്ലെന്ന് ആരും ചാറ്റ് ബോക്സിൽ ഇടുന്നില്ല, ഇട്ടിട്ടില്ല. ഒത്തിരി പേരൊന്നും പുതിയതായിട്ട് വന്നിട്ടുണ്ട്. പുതിയതായിട്ട് വരുമ്പോ പെട്ടെന്ന് കേൾക്കുമ്പം ഒരു അതിലേയിലേയും കേട്ടത് കൊണ്ട് നമുക്ക് ഒത്തിരി കൺഫ്യൂഷൻസ് ഉണ്ടാകരുത്. ഏതെങ്കിലും ചെറിയൊരു ഭാഗം കേട്ടിട്ട് ആ ഭാഗം നമ്മൾക്ക് ഇതിനു മുമ്പ് കിട്ടിയ അറിവിന് വിരുദ്ധമായിട്ടാണെങ്കിൽ അത് വെച്ചിട്ട് മാത്രം ഈ ഒരു കാര്യത്തിനെ നമ്മൾ അളക്കാൻ പാടില്ല. അങ്ങനെ അളക്കണ്ട, പെട്ടെന്ന് അളക്കാൻ പറ്റുന്ന, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഹോമിയോപ്പതിയും ആ രീതിയിലാണ് മറ്റുള്ളവർ അളക്കുന്നത്. അതുകൊണ്ടാണ് ഹോമിയോപ്പതിക്ക് ഇന്നിപ്പോ ഇങ്ങനെ നിൽക്കുന്നത്. നമുക്ക് ഹോമിയോപ്പതിയിൽ നമുക്ക് പലപ്പോഴും ഒരു ഡോസ് മെഡിസിനും കൊണ്ട് എന്ത് ആക്ഷൻ കിട്ടുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ഡോസ് മെഡിസിനും കൊണ്ടല്ലല്ലോ ആക്ഷൻ കിട്ടുന്നത്. ഹോമിയോപ്പതിയിൽ നമ്മൾ ആ മെഡിസിൻ കൊടുക്കുമ്പോൾ അതൊരു കമാൻഡാണ്. അതുപോലെയുള്ള ഒരു കമാൻഡ് നമുക്ക് മെഡിസിൻസ് ഇല്ലാതെ തന്നെ കൊടുക്കാൻ സാധിച്ചാൽ അതാണ് GSK നോളജ് എന്ന് പറയുന്നത്. പിന്നെ പലരും മനസ്സിലാക്കുന്നുണ്ട്, പലരും അതിലേക്ക് വരുന്നുണ്ട്. തീർച്ചയായിട്ടും അതിൻ്റെ ഗുണങ്ങൾ ഉണ്ടാകുന്നുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് പറയാനുള്ളത്. ആർക്കും ഒന്നുമില്ല. അപ്പൊ നമുക്ക് സമയത്ത് തന്നെ നിർത്തിയേക്കാം. ഡോക്ടർ അനിത. അങ്ങനെ ചെയ്യാം സാറേ. അപ്പം ശശിധരൻ ഡോക്ടർ വളരെ സിമ്പിൾ മലയാളത്തിലാണ് ശരിക്കും പറഞ്ഞത്. നമുക്ക് എല്ലാവർക്കും എനിക്കുള്ളത് ഇത് സിമ്പിളാക്കാൻ പറ്റില്ല. കാരണം എന്ന് വെച്ചാൽ എന്തേലും ഇംഗ്ലീഷിലാണെങ്കിൽ കുറച്ചുകൂടി എളുപ്പമുണ്ട് ഈ വാക്കുകളൊക്കെ. പലപ്പോഴും നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇത് മലയാളത്തിലാക്കുക എന്നുള്ളത്. ഇപ്പോഴും സാറ് വളരെ സിമ്പിളായിട്ട് എല്ലാവർക്കും മനസ്സിലാവുന്ന, ഈവൻ കൊച്ചു കുട്ടികൾക്ക് പോലും മനസ്സിലാക്കാവുന്ന വിധത്തിലാണ് സാറ് പ്രസന്റ് ചെയ്യുന്നത്. ഒത്തിരി നന്ദി സാറിനോട് ഇതുപോലെ ഒരു സെഷൻ കൈകാര്യം ചെയ്യുന്നതിൽ. അപ്പൊ താങ്ക് യു സാർ, താങ്ക് യു CJ വർഗീസ് സാർ, താങ്ക് യു ഓൾ അതേഴ്സ്. അപ്പൊ നമുക്ക് നെക്സ്റ്റ് ഡേയില് വീണ്ടും കാണാം. താങ്ക് യു ഓൾ, ഗുഡ് നൈറ്റ്. താങ്ക് യു ഓൾ, ഗുഡ് നൈറ്റ് ടു ഓൾ.